ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? ബെൻസീൻ എടുത്തു അല്ലെ? ബെൻസീന്റെ ഒരു മാപ്പ് പോലെയൊക്കെ വരച്ചിട്ട് കുറെ ക്വസ്റ്റൻ ഒക്കെ ചെയ്തു, കൺവേർഷൻ ഒക്കെ ചെയ്തു അല്ലെ? ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ലാസ്റ്റ് ചാപ്റ്റർ ഇന്ന് ഫ്രണ്ടിലേക്ക് പോകും. അതാണ് നമ്മുടെ റിവിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ തന്നെ മെക്കാനിക്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സും അടുത്ത ക്ലാസ്സും എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഈ ചാപ്റ്ററിന്റെ എല്ലാ ക്വസ്റ്റിനും നമ്മൾ ചെയ്യും. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റിനും ചെയ്യും, ഇന്റർവ്യൂവിൽ ചെക്ക് ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞതൊന്നുമില്ല, വീണ്ടും നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കും കേട്ടോ. ഓക്കെ, ചെയ്ത കാര്യം തന്നെ വീണ്ടും ചെയ്യിപ്പിച്ച് ഈ ചാപ്റ്റർ ക്ലിയർ ആക്കി തന്നെ പോവുള്ളൂ, എന്നിട്ട് ഫ്രണ്ടിലേക്ക് പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് വരച്ചു, അതിന്റെയൊക്കെ മെക്കാനിസം പഠിക്കാനുണ്ട്. മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെക്കാനിസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെ? ഓക്കെ, ഇതിന്റെ മെക്കാനിസം എന്താ? ഇതിനകത്ത് ഇങ്ക് ഉണ്ട് അല്ലെ? ഓക്കെ, വെറുതെ ഇങ്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമോ? ഇല്ല. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പ്രഷറിൽ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ വരുന്ന ടൈപ്പ് ഓഫ് ഇങ്ക് സെലക്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോഴാണ് നല്ല കറക്റ്റ് ആയിട്ടൊക്കെ വരുന്നത് അല്ലെ? ഓക്കെ, അതും ഈ ബോർഡിൽ പറ്റാവുന്നതാണ് അല്ലെ? ഇതിൽ ഞാൻ പെർമനന്റ് മാർക്ക് വെച്ച് കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പൊ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. അതുപോലെ ഒരു വണ്ടിയുടെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈസി ആയിരിക്കും അല്ലെ? കോംപ്ലക്സ് ആയിരിക്കും അല്ലെ? കുറെ കാര്യങ്ങൾ അതിന്റെ ഉള്ളിലുണ്ടാവും. സ്റ്റാർട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്, പക്ഷെ അതിന്റെ ടോട്ടൽ മെക്കാനിസം പറയാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മളിപ്പോ എഴുതുന്ന ഓരോ കാര്യങ്ങൾക്കുള്ള മെക്കാനിസം ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ മെക്കാനിസത്തിൽ നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഫസ്റ്റ് ഹെഡിങ് ഒന്ന് എഴുതി വെക്കേണ്ടത് മെക്കാനിസം. നമുക്ക് വരുന്ന ഹെഡിങ് എഴുതി വെക്കാം. മെക്കാനിസം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. മെക്കാനിസം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ഇലക്ട്രോഫിലിക് എന്ന് പറയുമ്പോൾ ഇലക്ട്രോഫൈൽ ആരാ? ഇലക്ട്രോഫൈൽ ആരാ? പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണോ? ഇലക്ട്രോൺ അട്രാക്ട് ആണോ? അതാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഇലക്ട്രോഫൈലിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? കണ്ടാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇരിക്കേണ്ടത്. എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യും? OH മൈനസ് ഇലക്ട്രോഫൈൽ ഓർ നോട്ട്. ശരി, കണ്ടോ? ന്യൂക്ലിയോഫൈൽ അവർ കിട്ടി. കണ്ടോ? Cl പ്ലസ് എന്തായിരുന്നു? ഇലക്ട്രോഫൈൽ കേട്ടോ. അപ്പൊ ഇനി ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ അല്ല പറയണ്ടേ, എന്താണ്? പോസിറ്റീവ്ലി ചാർജ് വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഇലക്ട്രോഫൈൽ. പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ഇലക്ട്രോഫൈൽ. ഇതെന്തായിരിക്കും? ന്യൂക്ലിയോഫൈൽ. ഇനി പോസിറ്റീവ് വന്നാൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണോ റിച്ച് ആണോ? പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പോയി, അപ്പൊ എന്താ? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കണ്ടോ? ഓർത്ത് നോക്കുക. അപ്പോ ഇലക്ട്രോഫൈൽ എന്തായിരിക്കും? പോസിറ്റീവ്ലി, ജനറലി പോസിറ്റീവ്ലി ചാർജ് സ്പീഷീസ് ആൻഡ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കണ്ടോ? ഓർത്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് എന്തായിരുന്നു അല്ലെ? 6 അൺഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് സെൽ. എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കിയ ക്ലോറിൻ ഔട്ടർ മോസ്റ്റ് സെൽ? ക്ലോറിൻ 17 ആണ്. 2,8,7. അതിൽ നിന്ന് 1 ഇലക്ട്രോൺ പോയാൽ എത്ര ഉണ്ടാവും? 6. ദാറ്റ്സ് ഓൾ. ഉണ്ടോ? ക്ലിയർ? അപ്പോ ക്ലിയർ ആയിട്ട് ഓർത്ത് നോക്കുക. അപ്പൊ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോസിറ്റീവ് പോയി വേറെ പോസിറ്റീവ് വരണം അല്ലെ? ഫുട്ബോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ബ്രസീൽ ടീമിൽ കൊണ്ടുപോയി ഇന്ത്യൻ ടീമിൽ ഇടുവോ? എന്നാൽ പിന്നെ ബ്രസീൽ ടീം അല്ലെ അടിപൊളിയായി കിട്ടും അല്ലെ? ഓർത്ത് നോക്കുക. വേൾഡ് കപ്പ് കളിക്കുകയാണ് ആക്ച്വലി അല്ലെ? അപ്പുറത്തെ ടീമിനെ കൊണ്ടുവന്ന ആളെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യോ? ഒരേ ചാർജ് ഉള്ളതാണ് സബ്സ്റ്റിറ്റ്യൂഷനിൽ വരിക അല്ലെ? ഓക്കെ, അപ്പൊ ജനറലി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് നോക്കേണ്ടത് ആ ഒരു ഷോർട്ട് ഓഫ് ടൈമിൽ വരുന്ന ഇലക്ട്രോൺ റിച്ച് അങ്ങനെ ഒരു സംഭവമല്ല. ഓക്കെ, കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അല്ലെ? ഓക്കെ, ദെൻ Cl പ്ലസ് പോയിട്ട് വേറെ Cl പ്ലസ് വരുന്നു അല്ലെ? Cl പ്ലസിന് ഇക്വലന്റ് ആയിട്ടുള്ള വേറൊരാള് H പ്ലസ് വരുന്നു ഉണ്ടോ? ഓക്കെ, H പ്ലസ് പോയി Cl പ്ലസ് വരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതാണ് വരുന്നത്. അതിന്റെ താഴെ എഴുതി വെക്കുക കേട്ടോ. ഇലക്ട്രോഫിലിക് മെക്കാനിസം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. മെക്കാനിസം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിന്റെ താഴെ എഴുതി വെക്കുക. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. ജനറേഷൻ ഓഫ് ദി ഇലക്ട്രോഫൈൽ. 3 സ്റ്റെപ്പുകളാണ് കേട്ടോ. ഓർത്ത് നോക്കുക. ജനറേഷൻ ഓഫ് ദി ഇലക്ട്രോഫൈൽ. Formation of carbocation intermediate. Formation of carbocation intermediate. Formation of carbocation intermediate. So step 1 generation of the electrophile. Second and step 2 formation of carbocation intermediate.
Third step, removal of proton from the carbocation intermediate. Removal of proton from the carbocation intermediate. Removal of proton from the carbocation intermediate. ഓക്കെ, ഈ 3 സ്റ്റെപ്പാണ് ഇപ്പൊ തന്നെ പഠിക്കണം, എന്നിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആദ്യത്തെ എന്തായിരുന്നു? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ അല്ലെ. ഓക്കെ, ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ ആണ്. ദെൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ. തേർഡ് എന്തായിരുന്നു? റിമൂവൽ ഓഫ് പ്രോട്ടോൺ. ഡീപ്രോട്ടോണേഷൻ എന്ന് പറയാം അല്ലേ. ഓക്കെ, ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ ഇന്റർമീഡിയറ്റ്, അത് കഴിഞ്ഞാൽ വരും. ഇത് ഈ 3 മെക്കാനിസം വെച്ചിട്ടാണ് നമ്മൾ ബെൻസീൻ ഇങ്ങനെ വരച്ചില്ലേ. ബെൻസീൻ ഈ സൈഡിൽ കണ്ടില്ലേ, ഇപ്പുറത്തേക്ക് കണ്ടു, ഇപ്പുറത്ത് കുറെ ആൾക്കാരെ കണ്ടില്ലേ. എന്തായിരുന്നു ആദ്യത്തെ? ഫ്രിഡൽ ക്രാഫ്റ്റ്. അതെന്തായിരിക്കും? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നൈട്രേഷൻ എന്തായിരുന്നു? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. സൾഫണേഷൻ എന്തായിരുന്നു? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അവർ ചോദിക്കുന്നത് റൈറ്റ് ദ മെക്കാനിസം ഓഫ് എന്തായിരിക്കും? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഫ്രിഡൽ ക്രാഫ്റ്റ്. അങ്ങനെ എനിക്ക് വരും, നമുക്ക് എഴുതാൻ പറ്റണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഹാലജനേഷൻ ഉണ്ടായിരുന്നു, Cl2 അല്ലെ, ക്ലോറോബെൻസീൻ. ഇന്നലത്തേൽ നമ്മൾ ക്ലോറോബെൻസീൻ വരച്ചിട്ടുണ്ടായോ? Cl2 ആൻഡ് അൺഹൈഡ്രസ് Cl3. ഓക്കെ, ക്ലോറോബെൻസീൻ ഉണ്ടായില്ലേ? ഓക്കെ, അപ്പോൾ അതെല്ലാം എന്താ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അതിന്റെ എല്ലാത്തിനെയും, അപ്പോൾ ഒരെണ്ണം ഞാൻ വരക്കും, ബാക്കിയൊക്കെ ആര് വരക്കും? നിങ്ങൾ വരക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഈ ഹെഡിങ്സ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ തുടങ്ങാം കേട്ടോ. 3 പോയിന്റ് ആണ് അല്ലേ. ഓക്കെ, ഇവിടെ നിന്നൊട്ടേ പറഞ്ഞു സൈൻ റെഡി ആണോ? ഞാൻ പറഞ്ഞു ഫസ്റ്റ് മെക്കാനിസം 3 സ്റ്റെപ്പ് ഒന്ന് വേഗം നോക്കൂ. അതവിടെ പഠിച്ചു, ഞാൻ പറഞ്ഞു. ഇലക്ട്രോഫൈൽ, ഓക്കെ, ഉണ്ടോ? ഓർത്ത് നോക്കാം തന്നെ പറഞ്ഞു. ഫയൽ, സെക്കൻഡ് ഫോർമേഷൻ ഓഫ് ഡാഷ് കാർബോകാറ്റയോൺ. കാർബണിന് പ്ലസ് വരുന്ന അത് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർബോകാറ്റയോൺ കേട്ടോ. ഓക്കെ, ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ Cl++ ഉണ്ടാവണം അല്ലേ. ഓക്കെ, ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ എന്ന് പറയുമ്പോൾ കാർബണിന് ഒരു പോസിറ്റീവ് ചാർജ് വേണം. തേർഡ് എന്തായിരുന്നു? ഓക്കെ, റിമൂവൽ ഓഫ് പ്രോട്ടോൺ ഫ്രം ദി കാർബോകാറ്റയോൺ. വേം പറ. ക്ലിയർ അല്ലേ? വേം പറ. ഇലക്ട്രോഫൈൽ കാർബോകാറ്റയോൺ ഇന്റർമീഡിയറ്റ് കേട്ടോ. ഓക്കെ, ആ ഹെഡിങ്ങിന്റെ ആദ്യം പറഞ്ഞാലും ഫുൾ കിട്ടും കേട്ടോ. ഓർത്ത് നോക്കുക. റിമൂവൽ ഓഫ് പ്രോട്ടോൺ കേട്ടോ, അല്ലെങ്കിൽ ഡീപ്രോട്ടോണേഷൻ എന്നൊക്കെ അതിനെ നമുക്ക് വിളിക്കാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്നില്ല, നിങ്ങൾ കുറച്ച് ഞാൻ ചോദിക്കും, അപ്പൊ കിട്ടണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ താഴെ ഈ 3 ഹെഡിങ്സ് ഒക്കെ എഴുതി ഇതിന്റെ താഴെ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ എഴുതി വെച്ചോ. റൈറ്റ് ദ മെക്കാനിസം ഓഫ് ഫ്രിഡൽ ക്രാഫ്റ്റ് alkylation. Write the mechanism of Friedel-Crafts alkylation in benzene ring. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരെണ്ണം നമ്മൾ എഴുതും അടുത്തതിന്റെ. അപ്പോൾ ഏത് സ്റ്റെപ്പുകൾ ഉണ്ടാവും? ഇതെല്ലാം ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഏത് ചോദ്യം ചോദിച്ചാലും എത്ര സ്റ്റെപ്പ് എഴുതും? 3 സ്റ്റെപ്പ് എഴുതും അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിക്കോ. സ്റ്റെപ്പ് 1 എഴുതാം. സ്റ്റെപ്പ് 1 ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ.
generation of electropile. Generation of electropile. Generation of electropile. അങ്ങനെ എഴുതിയോ? ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഫ്രെഡൽ ക്രാഫ്റ്റ് ആദ്യം നിങ്ങൾക്ക് അറിയണം. എന്തായിരുന്നു ഫ്രെഡൽ ക്രാഫ്റ്റ്? കേട്ടോ, ഓക്കെ. അത് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം. അത് സൈഡിൽ എവിടെയെങ്കിലും വരച്ചു വെക്കണം കേട്ടോ. അതെ, ഇതാണ് ബെൻസീൻ. ബെൻസീനിലേക്ക് എന്താ ആഡ് ചെയ്തേ? മീനാക്ഷി പറഞ്ഞേ. ഫ്രെഡൽ ക്രാഫ്റ്റ് ഹോംവർക്ക് ചെയ്തോ? എല്ലാവരെയും ഹോംവർക്ക് ചെയ്തോ? ഡൗട്ടല്ല, ഞാൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടേ വിടുള്ളൂ കേട്ടോ. ഓക്കെ. അൺഹൈഡ്രസ് എന്തായിരുന്നു? AlCl3. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിലുള്ളത് ആ ഡയഗ്രാം കേട്ടോ, ഫുള്ള് ഈ ബോർഡിൽ ഇപ്പോൾ വരപ്പിക്കും കേട്ടോ, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അത് നേരത്തെ വരച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, നേരത്തെ വരച്ചേക്കുന്നത് എന്നാലേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. കോമ്പൗണ്ടുകളുടെ പേരൊക്കെ പറയണം കേട്ടോ. ഇവര് ആദ്യമേ വില്ലിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞു എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞേക്കാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഫ്രെഡൽ ക്രാഫ്റ്റ്. ഇതിന്റെ മെക്കാനിസം ആണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ മെക്കാനിസം ആണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, 3 സ്റ്റെപ്പുകൾ ഇവരെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് തുടങ്ങുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മുടെ ഫ്രെഡൽ ക്രാഫ്റ്റ്. ഇതിന്റെ മെക്കാനിസം ആണ് വരുന്നത്. അപ്പോ ഈ CH3 പോയി മുകളിൽ വന്നാൽ മതി അല്ലേ? അത് അങ്ങനെ പോവില്ല. ഈ CH3 നേരെ പോയിട്ട് അതിന് മുകളിൽ വന്നാൽ മതി. പക്ഷെ അതങ്ങനെ പെട്ടെന്ന് പോവില്ല. സ്റ്റെപ്പായിട്ട് വലിയൊരു റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഈ CH3Cl അടുത്തേക്ക് ആരാണ് ആദ്യം വരുന്നത്? അൺഹൈഡ്രസ് AlCl3. അപ്പോ ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ ഇവിടെ നോക്കിയേ, CH3Cl ഓർത്ത് നോക്കുക. അതിന്റെ അടുത്തേക്ക് ആര് വരും? അൺഹൈഡ്രസ് AlCl3. AlCl3 വന്നിട്ട് ഈ ക്ലോറിൻ ഉണ്ടല്ലോ, ക്ലോറിൻ എടുത്തുകൊണ്ട് പോകും. പാവം ഉണ്ടോ? ഓക്കെ, അപ്പോ ഈ CH3 ക്ലോറിൻ അതിന്റെ ഇലക്ട്രോൺ കൂടി പ്ലസ് ആകും. AlCl3 എന്നുള്ളത് Cl4 ആകും. ക്ലോറിന്റെ ചാർജ് എന്തായിരുന്നു? ക്ലോറിന്റെ ചാർജ് അറിയില്ലേ? സാധാരണ മൈനസ് അല്ലേ? ഓക്കെ, നെഗറ്റീവ് ആവും. അപ്പോ ഈ ക്ലോറിൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യും. ഉണ്ടോ? ഓർത്ത് നോക്കുക. നെഗറ്റീവ് റിമൂവ് ചെയ്താൽ എന്താവും? നെഗറ്റീവ് പോയാൽ യു വിൽ ബിക്കം പോസിറ്റീവ്. ദാറ്റ്സ് ഓൾ. ഉണ്ടോ? ഓർത്ത് നോക്കുക. CH3 പ്ലസ് ആവും. ഇതാണ് ആര്? പോസിറ്റീവ് വന്നാൽ എന്താ വിളിക്കുന്നത്? ഇലക്ട്രോഫൈൽ. എഴുതി വെച്ചു കേട്ടോ. ഓർത്തോ. അപ്പൊ AlCl3യുടെ ഡ്യൂട്ടി എന്താണ്? AlCl3യുടെ ഡ്യൂട്ടി എന്താ? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. ഉണ്ടോ? ഇലക്ട്രോഫൈലിനെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ആരുടെ ജോലി? AlCl3. ആ AlCl3 ഉണ്ടെങ്കിൽ റിയാക്ഷൻ നടക്കുമോ? ഇല്ല. അപ്പോ ഇവിടെ ഇതിനുള്ളിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത് അല്ലെ? ഓരോരോ സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. അപ്പോ ഫസ്റ്റ് എന്തായിരുന്നു അല്ലെ? CH3Cl, അൺഹൈഡ്രസ് AlCl3 വന്നു. ആ AlCl3 ഒരു Cl ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു. അപ്പൊ CH3 പ്ലസും AlCl4 മൈനസും ആയിട്ട് വന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? അപ്പോ ടെക്സ്റ്റ് ബുക്കിൽ അവര് ഇതിനെ കൊടുക്കുന്ന ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞ E+ കൊടുക്കും, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി കേട്ടോ. ഒന്ന് ഓർത്ത് നോക്കുക. ഇതെന്തായിരുന്നു? E+ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോഫൈൽ അല്ലെ? കുറെ സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ റിയാക്ഷൻ നമുക്ക് എടുക്കണ്ട. ഇതാണ് ഇലക്ട്രോഫൈൽ ആയിട്ട് നമുക്ക് വരേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? ബെൻസീൻ. ഇതേ നോക്കിയേ, ബെൻസീൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ബെൻസീൻ. ഈ ബെൻസീന്റെ അടുത്തേക്ക് ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ആരാ? E+ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? CH3+. ഓർത്ത് നോക്കുക. അപ്പൊ ഇതാണ് ശരിക്കുള്ള റിയാക്ഷൻ. ഇത് സ്റ്റെപ്പായിട്ട് നടക്കുന്നതാണ് കാണാൻ പോകുന്നത്. അപ്പോ AlCl3 ആരായിട്ടാണ് ആക്ട് ചെയ്തത്? CH3Cl അല്ലെ? എന്നിട്ട് CH3+ ഉണ്ടായി. CH3+. ഈ ഇലക്ട്രോഫൈൽ ഇവിടെ വന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ ബെൻസീന്റെ എല്ലാ ജംഗ്ഷനിലും എന്തുണ്ട്? H ഉണ്ട്. അറിയാലോ, H ഉണ്ട്. ഓക്കെ, ഈ ജംഗ്ഷനിലും ഒരു H ഉണ്ട്. ഈ ജംഗ്ഷനിലും എന്തുണ്ട്? H ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഇലക്ട്രോൺ രണ്ട് രീതിയിൽ ബ്രേക്ക് ചെയ്യാം അല്ലെ? ഓക്കെ, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്യാം അല്ലെ? ഹോമോലിറ്റിക് ഫിഷൻ ഉണ്ട് അല്ലെ? ഹെട്രോലിറ്റിക് ഫിഷൻ. അവിടെ നടക്കുന്ന മെയിൻ ആയിട്ട് വരുന്നത് ഹെട്രോലിറ്റിക് ഫിഷനാണ്. അപ്പോ ഈ ഇവിടെ നോക്കി ബോണ്ട് എങ്ങനെ ഉണ്ടാവണമെന്ന് അറിയോ? ഇത് കണ്ടോ, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഇവിടെ ഒരു കാർബൺ ആണ് അല്ലെ? ഇത് ഷെയർ ചെയ്യുമ്പോഴാണ് ഈ ബോണ്ട് ഉണ്ടാവുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇതിന്റെ ഇലക്ട്രോൺ ഉണ്ടല്ലോ ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ എന്ത് വരും? അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, ഇങ്ങനെ അല്ലെ? ഏത് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇതൊരു ഏരിയ ആണല്ലോ. ഞാൻ ഇവിടെ നിന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും?
ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ഇവിടെയൊക്കെ എച്ച് ഉണ്ട് കേട്ടോ. ഈ എച്ച് ഞാൻ വെറുതെ എഴുതേണ്ട ആവശ്യമില്ല. ഈ എച്ചിനെ നമ്മൾ മാറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കണത്. ഉണ്ടോ? അപ്പോ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. എന്തുകൊണ്ടായേ എന്ന് പറഞ്ഞ്? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഉണ്ട് അല്ലെ? അതില് ഒരു കാർബൺ എന്ത് ചെയ്യും? അപ്പുറത്തേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും അല്ലെ? ട്രാൻസ്ഫർ ചെയ്യും. അതിന് നമ്മൾ ഇലക്ട്രോമെറിക് എഫക്ട് ഒന്നും പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? മൾട്ടിപ്പിൾ ബോണ്ട് അല്ലെ? പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്ട് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്ട്. അതുപോലത്തെ ഒരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് മൈനസ് ഓർത്ത് വെക്കാം, ഏത് വേണമെങ്കിലും ഓർത്ത് വെക്കാം. അങ്ങനെ ഇവിടെ മൈനസ് വന്നു, ഇവിടെ പ്ലസ് വന്നു. ഇനി നിങ്ങൾ പറ, ഈ CH3 പ്ലസ് ഇവിടേക്ക് പോകും, ഇവിടേക്ക് പോകും, മൈനസിന്റെ അടുത്തേക്ക് പോകും, ശരിയല്ലേ? ഓക്കെ, അതാണ് നടക്കുന്നത്. എളുപ്പമല്ലേ പരിപാടി? ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പില് നോക്കിയേ, ഇവിടെ ഉണ്ട്, ഡബിൾ കൊണ്ടൊക്കെ അതുപോലെ തന്നെ എഴുതാം. ഇവിടേക്ക് ആര് വരും? നമ്മുടെ CH3 പ്ലസും മൈനസും കൂടി ചേർന്ന് ന്യൂട്രൽ ആയില്ലേ? ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. സെക്കൻഡ് ഹെഡിങ്ങിന്റെ എവിടെ? സെക്കൻഡ് ഹെഡിങ്ങിന്റെ ഫോർമേഷൻ ഓഫ് കാർബൺ പ്ലസ് വന്ന കാറ്റയോൺ, ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ. പിന്നെന്തായിരുന്നു? എന്തെങ്കിലും ഉണ്ടോ വേറെ? അല്ലെ, ഓർത്ത് നോക്കുക. ഇന്റർമീഡിയറ്റ് ആണ്. തീർന്നിട്ടുണ്ടോ? ഇല്ല. അടുത്ത സ്റ്റെപ്പിലാണ് വീണ്ടും വരുന്നത് കേട്ടോ. ഇവിടെ എന്തുണ്ട്? റെസൊണൻസ് ഉണ്ട് അല്ലെ? റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റെസൊണൻസ് സ്ട്രക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മതി സ്കൂളിൽ കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എളുപ്പമാണ് ആക്ച്വലി. അടുത്ത ഹെഡിങ് കേട്ടോ, ഇവിടെ വരെ എഴുതാം കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് ഹെഡിങ് എഴുതണം കേട്ടോ. ഹെഡിങ് നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മൾ നേരത്തെ എഴുതിയേക്കുന്ന പോലെയാണ്. ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ, സെക്കൻഡ് ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ അല്ലെ? ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റ്, ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റ്. തേർഡ് എന്തായിരുന്നു? തേർഡ് ഹെഡിങ് കേട്ടോ. റോമൻ ലെറ്ററിൽ വലിയ സ്റ്റെപ്പ് 3 എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ നോക്കുക. റിമൂവൽ ഓഫ് പ്രോട്ടോൺ ഫ്രം ദി കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റ്. റിമൂവൽ ഓഫ് പ്രോട്ടോൺ ഫ്രം ദി കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റ്. ഇനി നോക്കിക്കോട്ടോ, ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നേരത്തെ ഒരാളുണ്ടല്ലോ ഇവിടെ, കണ്ടോ? ആദ്യത്തെ സ്റ്റെപ്പില് ഇവിടെ വരെ എഴുതിയോ? ആദ്യത്തെ സ്റ്റെപ്പിലുള്ള അൺഹൈഡ്രസ് AlCl3 AlCl4 ഉണ്ടല്ലോ. ആ AlCl4 പ്ലസ് ഇവിടെ വീണ്ടും വരും. AlCl4 മൈനസ്. ഇത് വന്നിട്ട് ഈ എച്ച് ഉണ്ടല്ലോ, ഓക്കെ, ഈ എച്ച് ഇവിടെ നിന്നൊരു CL നേരത്തെ പോയി ഉണ്ടല്ലോ, ആ HCl ആയിട്ട് വീണ്ടും പോകും. അതൊരു HCl. ഇവിടെ നോക്കിയേ, HCl. ഈ HCl എങ്ങനെ വന്നതെന്ന് പറഞ്ഞേ, ഈ ഒരു എച്ചും റിമൂവൽ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജനെ റിമൂവൽ എന്ന് തന്നെയാണ്. ഈ എച്ചിനെയും ഈ CL കൂടി HCl പോകും. HCl പോയ ബാക്കി എന്തുണ്ട് ഇവിടെ? AlCl3. അതുകൊണ്ടാണ് AlCl3 ഒക്കെ കുറച്ചിട്ടാൽ മതി അല്ലേ? അത് ഇങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് റിയാക്ഷൻ നടക്കും. ബാക്കി എന്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു എച്ചും CLും, HCl പോയി, AlCl3 അവിടെ ഉണ്ട്. ബാക്കി എന്തുണ്ട്? എച്ച് പോയി കഴിഞ്ഞാൽ അല്ലേ, ഒരു ഇങ്ങനെ വരച്ചു നോക്കാം നമുക്ക്. ഇവിടെ ഒരു CH3 ഉണ്ട് അല്ലേ? ബോണ്ടൊക്കെ ഇതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഇനി എന്താ സംഭവിക്കുക? ഇവിടെ പ്ലസ് ആണ് അല്ലേ? ഇവിടെ പ്ലസ് ആണ് ആക്ച്വലി. ഇവിടെ നിന്ന് ഒരു എച്ച് റിമൂവ് ചെയ്തു പോകും അല്ലേ? എച്ച് പോകും. അങ്ങനെ വന്ന സമയത്ത് ഈ ബോണ്ട് ഇപ്പുറത്തേക്ക് വീണ്ടും ഡബിൾ ബോണ്ട് ആയിട്ട് വരും. അല്ലെങ്കിൽ എന്താ? അൺസ്റ്റേബിൾ. കാർബണിന്റെ വാലൻസി എത്രയാ? 4. ഇവിടെ നോക്കിയേ, ഇവിടെ 1 2 3 4 ആണ്. ഇവിടെ നിന്ന് ഒരു എച്ചും കൂടി പോയി കഴിഞ്ഞാൽ എന്താവും? അൺസ്റ്റേബിൾ ആണ്. പോരാ കേട്ടോ. ഇവിടെ
ഡബിൾ ബോണ്ട് വരും. ഒന്ന് എടുത്തെഴുതുക കേട്ടോ. ഓക്കെ, എപ്പോഴേക്കും ബൈ. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഓക്കെ ആണോ? മനസ്സിലായോ? നീ മാറ്റി അടുത്തതിൻ്റെ ചോദിക്കാം കേട്ടോ. ഓക്കെ, ആ ചോദിച്ചു. എന്ത് പറ്റി? ചോദിച്ചു കൊടുത്തു. ആണോ? അത്യാവശ്യമാണെങ്കിൽ കൊടുത്തു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചോദിച്ചാൽ പോരെ, അതിനെന്താ കുഴപ്പം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. കോമ്പറ്റീഷനൊക്കെ ഫേസ് ചെയ്യും കേട്ടോ. എന്തായിരുന്നു പരിപാടി? ഡാൻസ് ആണോ? മോഡലിംഗ്? ആ, അമ്പോ അടിപൊളി, നല്ല കാര്യം കേട്ടോ. ഓക്കെ, എവിടെയാണ്? ഞങ്ങളുടെ ഇതിൽ കഴിഞ്ഞ 10th ബാച്ച്, കഴിഞ്ഞ 2 വർഷം ശിവന്യ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, അതിന് മറ്റേ എന്തോ ഇതിലിങ്ങനെ ഫാഷൻ എന്നിട്ട് പരിപാടി ഉണ്ടല്ലോ. ഇപ്പോൾ +2 ആയിരുന്നു, മറ്റേ ഇത് +2 സയൻസ് എല്ലാം എടുത്തത്, രാജഗിരിയിലാണ്. അപ്പോൾ ആ കൊച്ചിനെന്തോ ഭയങ്കര വലിയ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇൻസ്റ്റയിലൊക്കെ ഇടുമല്ലോ വലിയ മറ്റേ ഇതുപോലെയുള്ള ഇവൻറ്റുകളിലൊക്കെ പങ്കെടുത്ത്. ആ ചോദിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് കാർബൺ പ്ലസ് അല്ലേ? ആ, അപ്പൊ അതിന് എത്ര ബോണ്ടിങ് ഉണ്ടാവും? 2 ബോണ്ടിങ്. ആ പ്ലസ് എന്ന് പറയുമ്പോൾ അവിടെ 1 2 അല്ലേ, ഒരു എച്ച് അവിടെ ഉണ്ട്. എല്ലാ ജംഗ്ഷനിലും എച്ച് ഉണ്ടല്ലോ, അപ്പോൾ എച്ച് ഉണ്ടാവും 3. അപ്പൊ ഒരു വാലൻസി ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാ പ്ലസ് കൊടുത്തേ. വാലൻസി പറഞ്ഞാൽ കൂടാണ്. ആ കാർബോക്കേറ്റീവ് എന്താ ഇന്റർമീഡിയറ്റ് അൺസ്റ്റേബിൾ ആണ്. ഉണ്ടോ മൈൻഡിൽ പറഞ്ഞു, സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തതിൽ വീണ്ടും ഡബിൾ ബോണ്ട് വരാം. ഒന്നല്ലെങ്കിൽ ഡബിൾ ബോണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് തന്നെ പ്ലസ് കൊടുക്കേണ്ടി വരും. ഉണ്ടോ? ഓക്കെ, അപ്പോൾ അത് പ്ലസ് ആവുന്നതിൻ്റെ കാരണം അവിടെ നിന്നൊരു എന്താണ് ഇലക്ട്രോൺ അപ്പുറത്തേക്ക് മുകളിലേക്ക് കൊടുത്തു, ഉണ്ടോ, ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അത് പ്ലസ്, മുകളിലുള്ളത് എന്തായി? മൈനസ് ആയി. ഉണ്ടോ? ഓക്കെ, മൈനസ് ആയി. മീനാക്ഷി ഓക്കെ ആണോ? ബോർഡിൽ എഴുതാം അടുത്തത് അല്ലേ? മെത്തേഡ് ഓക്കെ അല്ലേ? എഴുതി കഴിഞ്ഞു. ഞാൻ പറയണമെന്ന്? ആ ഓക്കെ, വേറെ ഒന്നുമില്ല. അവിടെ ആ പ്ലസ് ഉണ്ട് അല്ലേ? ആ പ്ലസ് എന്ന് പറയണത് എന്താണ്? ആക്ച്വലി ഒരു ഇലക്ട്രോൺ ഓൾറെഡി പോയിട്ട് നിൽക്കുന്നതാണ്. അവിടെ ഓരോ ജംഗ്ഷനിൽ ഇതുണ്ട്. ദെൻ അവിടെ നിന്ന് ഒരു മുകളിലുള്ള എച്ച് ഡി പ്രോട്ടോണേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന് എന്ത് ചെയ്യും? റിമൂവൽ ചെയ്യും അല്ലേ? ഓക്കെ, അപ്പോൾ എച്ചും സിയിലും കൂടി HCl, പിന്നെ ബാക്കി എന്തുണ്ട്? AlCl3 എഴുതി അല്ലേ? ഓക്കെ, പിന്നെ അവിടെ എന്ത് പറ്റി? ആ ഒരു എച്ച് പോയി കഴിയുമ്പോൾ ഒരു ബോണ്ട് ഡെഫിഷ്യൻസി വരും അല്ലേ? അതുകൊണ്ട് അവിടെ ഡബിൾ ബോണ്ട് കൊടുത്തത് കറക്റ്റായി കേട്ടോ. ഓക്കെ, കൂട്ടുണ്ടോ? ഏതാ മോനെ? ആ പ്ലസ് HCl. ഇവിടെ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ, പ്ലസ് HCl ആണ് കേട്ടോ. ഇതിന്റെ പേരെന്താ? ടോളുവിൻ. ഈ കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ, ടോളുവിൻ. അപ്പോൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ എല്ലാം ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. ഒരേ മെത്തേഡാണ്, ഈ സ്റ്റെപ്പുകൾ മാത്രം മാറുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കുക, ഈ സ്റ്റെപ്പുകൾ മാത്രം മാറുള്ളൂ, ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. റൈറ്റ് ദ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ഓഫ്, അല്ലെങ്കിൽ മെക്കാനിസം എന്നായിരിക്കും പറയുന്നത് കേട്ടോ. ഓക്കെ, റൈറ്റ് ദി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ഓഫ് ക്ലോറിനേഷൻ ഓഫ് ബെൻസീൻ, അല്ലെങ്കിൽ ഹാലജനേഷൻ ഓഫ് ബെൻസീൻ. ഹാലജനേഷൻ ഓഫ് ബെൻസീൻ അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ഹാലജനേഷൻ, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ചിലപ്പോൾ ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ഹാലജനേഷൻ ഓഫ് ബെൻസീൻ. അതിന്റെ റിയാക്ഷൻ ആദ്യം എഴുതിക്കോ കേട്ടോ. ഇതുപോലെ എന്താ വ്യത്യാസം? ഹാലജനേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ എഴുതിയതാണ്. നോക്ക്, ഇവിടെ ഒരു Cl2 ആവും, CH3ക്ക് പകരം Cl കേട്ടോ. ഓക്കെ, സ്റ്റെപ്പുകളൊക്കെ അതുപോലെ തന്നെയാണ്, ഒരു കുഞ്ഞു വ്യത്യാസം മാത്രമേ തന്നെ ഉള്ളൂ. ഇവിടെ CH3Cl പകരം എന്തിടണം? പറയും നിങ്ങൾ പറ. Cl2 എന്ന് പറയുമ്പോൾ Cl സിംഗിൾ ബോണ്ട് Cl, അതാണ് Cl2. ഈ ഒരു Cl ഇപ്പുറത്തേക്ക് പോകും, ബാക്കി എന്തുണ്ടാവും? Cl പറയ് പ്ലസ് ഉണ്ടോ? Cl പ്ലസ് ഉണ്ടാവും. ഇനി എന്ത് ചെയ്യും? ഈ CH3ക്ക് പകരം ഞാൻ എന്ത് എഴുതും?
Cl പ്ലസ് ഉണ്ടോ? ഓർത്ത് നോക്കാം. ഈ CH3 പകരം എന്ത് എഴുതും? Cl. ഇത്ര വ്യത്യാസമുള്ളൂ. കണ്ടോ? ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഈ CH3 പകരം Cl ഉണ്ടോ? ഇവിടെ CH3 പകരം Cl. ഹെഡിങ് നിങ്ങൾ എല്ലാത്തിനും എഴുതണം കേട്ടോ. ഓക്കെ, ഹെഡിങ് എഴുതണം. എന്തായിരുന്നു ഫസ്റ്റ് ഹെഡിങ്? വേഗം എഴുതിക്കോ. ഫസ്റ്റ് എന്തായിരുന്നു പറയും? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫിൽ. സെക്കൻഡ് എന്തായിരുന്നു? ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റ്. ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആണ് അല്ലെ? ഓർത്ത് നോക്കുക. ഹരി പറഞ്ഞു അല്ലേ, പെട്ടെന്ന് അൺസ്റ്റേബിൾ അല്ലേ എന്ന് ചോദിച്ചു. കറക്റ്റ് ആണ് അല്ലെ? ഓക്കെ, അങ്ങനെ തന്നെ ഓർത്ത് നോക്കണം. ദെൻ നെക്സ്റ്റ് ആ അൺസ്റ്റെബിലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിമൂവൽ ഓഫ് പ്രോട്ടോൺ ഉണ്ട്. ഈ എച്ചിനെ മാറ്റും നമുക്ക്. ഉണ്ടോ? ഈ എച്ചിനെ മാറ്റി കഴിയുമ്പോൾ ആ ബോണ്ട് അവിടെ വീണ്ടും വന്ന് ബെൻസീന്റെ റെസണൻസ് വന്നു. റെസണൻസ് വരുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടുകയും ചെയ്യും. മെക്കാനിക്സ് ചോദിച്ചാൽ മാത്രം ഇങ്ങനെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ അത്ര എഴുതിയാൽ മതി കേട്ടോ. മെക്കാനിക്സ് ചോദിച്ചാൽ മാത്രം ഇങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. ഏതാ? ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അങ്ങനെ വരും അല്ലേ? ഒരു അസിഡിക് മീഡിയത്തിൽ ഇങ്ങനെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അത് വരുന്നുണ്ടെങ്കിൽ ഉണ്ടോ? ഇനി LCl3 നമ്മൾ അധികം ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല കേട്ടോ. ഓർത്തോ, അത് ഓൾറെഡി ഇതൊരു ലൂയിസ് ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്ന് ലൂയിസ് ആസിഡ് എന്ന് എഴുതി വെച്ചു കേട്ടോ. LCl3 ലൂയിസ് ആസിഡ് എന്ന് എഴുതി വെച്ചു. ലൂയിസ് ആസിഡ് എന്ന് പറയാൻ കാരണം എന്താ? ലൂയിസ് ആസിഡ് എന്ന് പറയാൻ കാരണം എവിടെ പഠിച്ചിട്ടുണ്ട്? ടോപ്പിക് ചാപ്റ്റർ കണ്ടോ? പഠിച്ച കുട്ടി പറ. ഇക്വിലിബ്രിയം ഉണ്ടോ? ഇക്വിലിബ്രിയം അല്ലേ? ഇക്വിലിബ്രിയത്തിൽ എന്തൊക്കെ ഉണ്ടായി? ബ്രൗൺസ്റ്റഡ് ലൗറി. അതിനു മുമ്പ് ആരുണ്ടായിരുന്നു? അരീനസ്. അവിടെ കിട്ടി. അരീനസ്, ബ്രൗൺസ്റ്റഡ് ലൗറി, പിന്നെന്തായിരുന്നു? ലൂയിസ്. അത്രേ ഉള്ളൂ. ഓക്കെ, ലൂയിസ് എന്താ പറഞ്ഞേ? ആക്സെപ്റ്റ് ഇലക്ട്രോൺ ആസിഡ്. എന്തായിരുന്നു? ആക്സെപ്റ്റ് ഇലക്ട്രോൺ ആസിഡ് ഉണ്ടോ? അപ്പോ ഇയാള് AlCl3 എന്ത് ചെയ്യാൻ പോവാണ് അല്ലേ? എന്ത് ചെയ്യാൻ പോവാ? ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഉണ്ടോ? ആക്സെപ്റ്റ് ചെയ്യാൻ പോവാ. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴല്ലേ മൈനസ് ആവുന്നേ ഉണ്ടോ? ആക്സെപ്റ്റ് ചെയ്താലല്ലേ മൈനസ് ആവുക. ഓക്കെ, ദെൻ അത് ആക്സെപ്റ്റ് ചെയ്തു ഉണ്ടോ? അപ്പോഴാണ് ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ആ വേർഡിങ്ങിൽ അത്രയും മീനിങ് ഉണ്ട് കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചേക്കണം കേട്ടോ. ഓക്കെ, ലൂയിസ് ആസിഡ് എഴുതുന്നതിന്റെ റീസൺ അതാണ്, ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഹലോ. ഓ, പറഞ്ഞു കേട്ടോ.
ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ. Write the mechanism of electrophilic substitution of Friedel-Crafts acylation. Friedel-Crafts acylation. Friedel-Crafts acylation. Friedel-Crafts acylation. അപ്പോൾ ആദ്യം അസൈലേഷൻ എന്താണെന്ന് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. Friedel-Crafts acylation എന്തായിരുന്നു? ആൽക്കൈലേഷൻ നമ്മൾ ചെയ്തു അല്ലേ? അസൈലേഷൻ ആദ്യം എന്താണെന്ന് എഴുതിയേ? CH3COCl അൺഹൈഡ്രസ് AlCl3. ദെൻ ബെൻസീനിന്റെ മുകളിൽ എന്ത് വരും? COCH3. ഇതിന്റെ പേരെന്തായിരുന്നു? അസറ്റോഫിനോൺ. എന്തായിരുന്നു? അസറ്റോഫിനോൺ. അപ്പൊ അസറ്റോഫിനോൺ ആണ്. അപ്പൊ ഇത് എഴുതണം ആദ്യം. ഇത് ആദ്യം എഴുതി, എന്നിട്ട് ഒരു ബോക്സിൽ വെക്കും. എന്നിട്ട് സ്റ്റെപ്പ് 1 അങ്ങനെ എഴുതി പോകണം കേട്ടോ. ഓക്കെ, ഇത് ആദ്യം എഴുതണം. എന്താണ് റിയാക്ഷൻ എന്ന് ആദ്യം എഴുതണം. മെക്കാനിസം ചോദിക്കുമ്പോൾ ഇതാണ്, ഇതിന്റെ മെക്കാനിസം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതൊന്ന് ബോക്സിലാക്കി വെക്കുക. ദെൻ സ്റ്റെപ്പ് 1 കേട്ടോ. സ്റ്റെപ്പ് 1 ഹൈഫൺ എന്തായിരുന്നു? സ്റ്റെപ്പ് 1 പറഞ്ഞ എല്ലാവരും? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ അല്ലെ? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. അവിടെ എന്താ വ്യത്യാസം വരിക നോക്കിയേ. ആരെയാണ് നമ്മൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണേ അല്ലേ? അതൊഴിച്ച് കണ്ടോ ചെയ്യണം. ഓർത്തു നോക്കുക, എല്ലാത്തിനും നമ്മൾ ഒരേ സ്റ്റൈലാണ് കൊണ്ടുപോകണേ. കണ്ടോ ECl മാറ്റും, അത്രേ ഉള്ളൂ അല്ലേ? ECl ആരെടുത്തോണ്ട് പോകും? ഇയാൾ എടുത്തോണ്ട് പോകും ECl4+. ബാക്കി എന്തുണ്ട്? ബാക്കി ആൾക്കാർ എന്തുണ്ട്? എവിടെ പറഞ്ഞത്? ECl പോയാൽ ബാക്കി എന്തുണ്ട്? CH3CO അല്ലെ? അതിന്റെ മുകളിൽ എന്ത് കൊടുക്കണം പറയ്? CH3CO+ ഉണ്ടോ? ഓക്കെ, മുകളിലൊരു പോസിറ്റീവ് അല്ലെ? പോസിറ്റീവ് വരുമ്പോഴാണ് ഇലക്ട്രോഫൈൽ ആവുന്നത്. CH3CO+. ഓക്കെ, മീനാക്ഷി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഞാൻ പറയാം. ഞാൻ എന്ത് ചെയ്യണം പറ. എഴുതി വെക്കാം അല്ലെ? ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ ഇന്റർമീഡിയറ്റ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഇതുപോലെ അല്ലെ നമ്മൾ എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് ECl പകരം ആരെ കൊടുക്കണം? CH3. ചോദിച്ചോ. A4 പേപ്പർ അവിടെ ഉണ്ടാവും. ഡ്രോയറിൽ എടുത്താണ്. അമ്മ തുറന്നു. അവിടെ ഫ്രണ്ടില് ഓഫീസില്ലേ? ഓഫീസിൽ സെക്കൻഡ് ഡ്രോയറിൽ നിന്ന് എടുത്തു. ഇല്ലെങ്കിൽ പറഞ്ഞ അല്ലെങ്കിൽ എടുത്ത ഇതേപോലെ അവിടെ തുറന്നു. രണ്ടാമത്തെ അതല്ലേ ഇപ്പുറം ഈ സൈഡ് കിട്ടിയാ? ആവശ്യമുള്ള എടുത്തു കേട്ടോ. CH3 അല്ലെ? CO+. അപ്പൊ ഇവിടെ എന്ത് വരും? ECl പൊസിഷനില് അടുത്ത റിമൂവൽ ഓഫ് പ്രോട്ടോൺ ആണ്. സോ പ്രോട്ടോൺ അങ്ങ് റിമൂവ് ചെയ്യും. എല്ലാ സ്റ്റെപ്പുകളും വേറെ വ്യത്യാസമൊന്നുമില്ല, ഒരേ രീതിയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് വന്ന സമയത്ത് ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഈ CH3CO+ ആണ്, അതാണ് ഇവിടെ വരുന്നത്. ഇനി ഇത് എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾറെഡി നമുക്കറിയാം, ഇതാണ് ബെൻസീൻ റിംഗ് അല്ലേ? ഈ ബെൻസീൻ റിംഗ് ആണ് ഈ ഇവിടെ വരച്ചേക്കുന്നത്. ബെൻസീൻ റിംഗ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഇത് ഇവിടെ നോക്കുക. ഈ ഇരിക്കുന്ന ബെൻസീനിൽ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു. ആ ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ആണ്. കണ്ടോ, ഇങ്ങനെ 2 ഇലക്ട്രോൺസ് ആണ് ഈ ഡബിൾ ബോണ്ട്. ഈ ഡബിൾ ബോണ്ടിൽ നിന്ന് ഒരു ഇലക്ട്രോൺ മുകളിലേക്ക് കൊടുത്തു. അങ്ങനെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൈനസ്, ഇത് പ്ലസ്. ഓർത്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു. ആ ഡബിൾ ബോണ്ടിൽ ഒരു ഇലക്ട്രോൺ കണ്ടോ, ഡബിൾ ബോണ്ടിന്റെ ഇലക്ട്രോൺസ് ആണ് ഈ കാർബണിന്റെ ഇലക്ട്രോൺ. അത് ഇവിടെ നിന്ന് ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ഇത് പ്ലസ് ആയി, ഇത് മൈനസ് ആയി. കണ്ടോ? ഓക്കെ, അങ്ങനെ പ്ലസും മൈനസും വന്നു. കണ്ടോ? ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ എല്ലാ ജംഗ്ഷനിലും എച്ച് ഉണ്ട്. ഇവിടേക്ക് എച്ച് ഉണ്ട്, ഇവിടേക്ക് എച്ച് ഉണ്ട്, എല്ലാ ജംഗ്ഷനിലും എച്ച് ഉണ്ട്. കണ്ടോ? ഓർത്ത് നോക്കുക. ആ എച്ച് നമ്മൾ കാണിക്കാത്ത എന്തുകൊണ്ടാ? നമുക്ക് ഏത് എച്ചാണോ ആവശ്യമുള്ളൂ ആ എച്ചിനെ മാത്രം കാണിക്കുന്നുള്ളൂ. കണ്ടോ? ഓക്കെ, അപ്പോൾ
ആ രീതിയിൽ ഇതാ അവിടെ ഒരു എച്ച് ഉള്ളത് മാത്രമാണ് നമ്മൾ പ്രൊജക്ട് ചെയ്തേക്കുന്നത്. ഈ കണ്ടോ ഈ എച്ച്. ഓക്കെ, അവിടെയാണ് ആ COCST വരുന്നത്. ഈ എച്ചിനെ റിമൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എടുത്ത് കാണിക്കുന്നത്. കണ്ടോ? ക്ലിയർ ആണോ അക്ഷ? ഓക്കെ ആണോ? കേട്ടോ, ഒന്ന് ഓർത്ത് വെക്കാം. ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതി. ആ മെത്തേഡ് എന്താണ് വരുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ 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 നോക്കി നോക്കി ക്ലിയർ ചെയ്ത് പോകണം. then എഴുതി വെച്ചോ. നെക്സ്റ്റ് റൈറ്റ് ദി mechanism of nitration. Write the mechanism of nitration in benzene ring. Nitration of in benzene ring. ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്, എന്നാലും ആ വ്യത്യാസം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം റിയാക്ഷൻ എഴുതണം. റിയാക്ഷൻ എന്തായിരുന്നു? കോൺസെൻട്രേറ്റഡ് HNO3 and concentrated H2SO. അപ്പോൾ ഒരു നൈട്രോ കോമ്പൗണ്ട് വരും. ഇത് ആദ്യം എടുത്ത് എഴുതുക കേട്ടോ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയേക്കുന്ന പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ സ്ട്രക്ചർ ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഇതിന്റെ സ്ട്രക്ചർ അറിയാത്തതുകൊണ്ടല്ല, ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ സ്ട്രക്ചർ ഒക്കെ വരച്ചു. എന്നിട്ട് HNO3 സ്ട്രക്ചർ ഒക്കെ വരും. ഇതൊന്നും വേണ്ട, വെറുതെ H2SO പറഞ്ഞ് എഴുതാൻ അറിയാലോ കേട്ടോ. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ അല്ലാത്ത രീതിയിൽ അവരൊക്കെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊന്നും നമുക്ക് വേണ്ട കേട്ടോ. ഓക്കെ, അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കാൻ നിൽക്കണ്ട. നിങ്ങൾ H2SO എന്ന് അറിയാലോ. അപ്പോൾ ഇതിനകത്ത് 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. അപ്പോൾ ഹെഡിങ് എഴുതി വെക്ക്. അത് ആദ്യം എഴുതണം കേട്ടോ. അത് ആദ്യം എഴുതി വെക്കണം. എന്നിട്ട് സ്റ്റെപ്പ് 1 എന്തായിരുന്നു? സ്റ്റെപ്പ് 1 എഴുതി വെക്കുക. ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈലില്ല, നിങ്ങൾക്കറിയാം അവിടെ കോൺസെൻട്രേറ്റഡ് HNO3 ഉണ്ട്. HNO3 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. HNO3 എന്നല്ലേ വന്നേക്കുന്നത്. HNO3 നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് അവിടെ ആ ബോണ്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് എഴുതണം. അത് മാത്രമേ നിങ്ങൾക്കൊരു ഏരിയാസിൽ ഇത്തിരി വ്യത്യാസമായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ക്ലിയർ ആണ്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ അത് മാത്രം ഒന്ന് എഴുതുന്ന രീതിയിൽ നമുക്കൊന്ന് കൊണ്ടുവരാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നത് ONO2 ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. കണ്ടോ? HNO3. ഓക്കെ അല്ലേ? ഓർത്ത് വെക്കാം HNO3. അപ്പോൾ ഇവിടെയൊക്കെ ഡബിൾ ബോണ്ടും അതൊക്കെ ഉണ്ട്. HNO3 ഇങ്ങനെയാണ് എഴുതി വെക്കുക. ഇതാണ് HNO3 പ്ലസ് എന്തായിരുന്നു? H2SO4 ഞാൻ സ്ട്രക്ചർ ആക്കുന്നില്ല, കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ട. അപ്പോൾ H2SO4 ഒരു H ഇതിലേക്ക് പോകും. എന്തിനാ H അങ്ങനെ പോകുന്നത്? വെറുതെ ഇരുന്നാ പോരെ. ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6. വെരി ഗുഡ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കി, ഇവിടെ 1 ഇലക്ട്രോൺ, ഇവിടെ 1 ഇലക്ട്രോൺ, ബാക്കി എത്ര ഉണ്ടാവും? 3, 4, 5, 6. അപ്പൊ ഇവിടെ കുറെ എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെ ആ ഇലക്ട്രോണിന് ഈ H ഉണ്ടല്ലോ, ഈ H കാണുമ്പോൾ കണ്ടോ, Hന് ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ മതി? Hന് മാക്സിമം എത്ര ഇലക്ട്രോൺ എടുക്കാൻ പറ്റുള്ളൂ? 1 ഇലക്ട്രോൺ അല്ലേ? 1 ഇലക്ട്രോൺ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യാനേ Hന് പറ്റുള്ളൂ. കാരണം ഏത് ഷെല്ല? കെ ഷെല്ലിൽ മാക്സിമം ഓക്യുപ്പൈ ചെയ്യുന്ന എത്രയാ? 2. കൊണ്ട് ഓർത്ത് നോക്കാം. അങ്ങനെ 2 ഉള്ളൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ H നോക്കുന്ന സമയത്ത് കണ്ടോ, ഇവിടെ ഓക്സിജൻ കുറെ ഫ്രീ ഇലക്ട്രോൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ H ഇതിലേക്ക് പോകും. ഈ H ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് വരും? OH, ഇവിടെ ഒരു H വരും. കണ്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെ ഈ H വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെ NO2 പ്ലസ് HSO4 മൈനസ്. HSO4 മൈനസ്. കാരണം ഈ H പ്ലസ് ആണ് പോകുന്നത്. H പ്ലസ് പോയി കഴിയുമ്പോൾ ഇത് മൈനസ് ആയി വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഈ ഇലക്ട്രോ ഫയൽ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ കൊടുത്തിട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒരു പ്ലസ് വരും. കേട്ടോ? എന്തുകൊണ്ട് ഇത് പ്ലസ് ആയത്? ഈ ഇലക്ട്രോൺ ആർക്ക് കൊടുക്കാന്ന് പറയും? Hനെ കൊടുക്കാന്ന് പറയും അല്ലേ? ഓക്കെ, അപ്പോൾ HSO4 പറയും ഞങ്ങളുടെ ഇലക്ട്രോൺ തരില്ല എന്ന് പറഞ്ഞിട്ട് ആണ് പോകുന്നത്. അതുകൊണ്ടാണ് അത് മൈനസ് ആവുന്നത്, എക്സ്ട്രാ ഇലക്ട്രോൺ ആയിട്ട് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, എക്സ്ട്രാ ഇലക്ട്രോൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഈ
ഓക്സിജന്റെ അടുത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട് ടോട്ടൽ? 4 ഇലക്ട്രോൺ. മീനാക്ഷിയുടെ അടുത്ത് 4 ഇലക്ട്രോൺ. മീനാക്ഷിയാണ് ഓക്സിജൻ എന്ന് കരുതുക കേട്ടോ. ഓക്കെ. ദെൻ സയൻ എവിടെ ഇരിക്കുന്നുണ്ട്? സയന്റെ അടുത്ത് എച്ച് ആണ് സയൻ. സയന്റെ ഓൾറെഡി എന്താണ് മാക്സിമം എത്ര ഇലക്ട്രോൺ വേണം സയണിന്? 2 അല്ലേ? 2 ആയിട്ട് വേണം. അപ്പൊ HSO4 ഉണ്ട്. ഇവിടെ 4 പേര് ഇരിപ്പുണ്ട്. കറക്റ്റ് ആണ്. HSO4 ഉണ്ട്. ഈ ഗ്രൂപ്പാണ് ആക്ച്വലി. അപ്പോൾ മീനാക്ഷി പറയും അല്ലെ, ഒരു ചെറിയ ഗ്രൂപ്പാണ് ആക്ച്വലി. ഈ സയണിന് ഇവിടെ നിന്ന് നമുക്ക് എടുത്തുകൊണ്ട് പോകണം അല്ലെ, ഓർത്ത് നോക്കാം. അപ്പോ എടുത്തുകൊണ്ട് വെറുതെ കൊണ്ടുപോകാൻ പറ്റുമോ? മീനാക്ഷി എന്ത് ചെയ്യും? കണ്ടോ എത്ര ഇലക്ട്രോൺ ആയിരിക്കണം? കുറെ പൈസ ഇരിപ്പുണ്ട് മീനാക്ഷിയുടെ അല്ലേ. ഓക്കെ. അങ്ങനെ പൈസ കൊടുത്ത് നമുക്ക് അല്ലേ ഈ ഇലക്ട്രോൺ അയാൾക്ക് കൊടുക്കും. ആർക്കാ കൊടുക്കണേ? H2SO ഉണ്ടോ? H2SO4 എച്ചിന് കൊടുക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ എച്ച് എവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്? ഇവിടെ വരും. അതുകൊണ്ടാണ് ഇറ്റ് ബിക്കം പോസിറ്റീവ്. ആരാ കൊടുത്തേ? ഇലക്ട്രോൺ അല്ലേ. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്താൽ എന്ത് വരും? യു വിൽ ബിക്കം പോസിറ്റീവ്. ഉണ്ടോ? പോസിറ്റീവായി. ദെൻ ഇതെന്തായി? നെഗറ്റീവായി. ഉണ്ടോ? ഓർത്ത് നോക്കാം. HSO4 നെഗറ്റീവായി. ഇതിലപ്പോൾ ആരാ ഇലക്ട്രോഫൈൽ അല്ലേ? ഈ ഒരു ഏരിയ ആണ്. പക്ഷെ ആയിട്ടില്ല. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു നോക്കിയേ. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ സ്റ്റെപ്പ് 1 തന്നെയാണ്. സ്റ്റെപ്പ് 1 തന്നെ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നോക്കിയേ. ഇത് പ്ലസ് ആണ് ആക്ച്വലി. ഇവിടെ ഈ ഓക്സിജൻ നോക്കുന്ന സമയത്ത് 2 ഹൈഡ്രജൻ കിട്ടി. ഹൈ സ്റ്റേബിൾ ആണ്. ഇനി NO2 ആവശ്യമൊന്നുമില്ല. കണ്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ഈ NO2 അതെന്ത് ചെയ്യും? മാറ്റും. H2 അങ്ങ് പുറത്തു വിടും. H2 കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്. അപ്പൊ NO2 എന്ത് വരും? പ്ലസ് എന്ത് വരും? H2 ഉണ്ടോ? ഓർത്ത് നോക്കാം. H2 കാരണം ഈ നൈട്രജന്റെ ഇലക്ട്രോൺ ഇവിടുന്ന് അത് ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് H2 ന്യൂട്രൽ ആകുന്നത്. ഇത് പ്ലസ് ആകുന്നത്. കേട്ടോ? ഓർത്ത് നോക്കാം. NO2 പ്ലസ്. ഈ NO2 പ്ലസ് ആണ് ആര്? NO2 പ്ലസ് ആരാ? ഇലക്ട്രോഫൈൽ. ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇലക്ട്രോഫൈൽ. ഇനി നമുക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പൊ ഇലക്ട്രോഫൈലിന്റെ ഫോർമേഷൻ മാത്രം ഇതിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഓക്കെ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വേറൊരു ചേഞ്ചും ഇല്ല. ഇവിടെ LCl3 ഉണ്ടാവില്ല എന്ന് മാത്രം. ഇവിടെ ഞാൻ എന്ത് എഴുതണം എന്ന് പറഞ്ഞു? നിങ്ങൾക്ക് എന്തെങ്കിലും ലോജിക്ക് ഒക്കെ തോന്നിയിട്ട് നേരത്തെ എഴുതിയതുപോലെ എഴുതുകയാണെങ്കിൽ ആരെ എഴുതണം? ഈ എച്ചിനെ മാറ്റാൻ അതിൽ മുകളിൽ പവർ ഉള്ളത് ആരാ? HSO4 മൈനസ്. ഈ എച്ചിനെ ഇതിലേക്ക് റിസീവ് ചെയ്താൽ എന്താവും? H2SO4. കേട്ടോ? ലോജിക്ക് കൊണ്ടുവരാം. H2SO4. ഓക്കെ. അപ്പോൾ ടോപ്പില് ഇവിടെ NO2 നൈട്രോ ബെൻസിൻ. ഓക്കെ. നൈട്രോ ബെൻസിൻ. ഇനി ആ മുകളിൽ എഴുതിയാലും ഈ സൈഡിൽ എഴുതിയാലും സെയിം ആണ് കേട്ടോ. ഓർത്തോ. കാരണം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട്. 2 എണ്ണം വന്നു കഴിഞ്ഞാൽ അത് ഓർത്തോ പാര ഡയറക്റ്റീവ് ആണ്.
അപ്പോൾ മെക്കാനിസം ഒരെണ്ണം വൃത്തിയിൽ പഠിക്കുക, എന്നിട്ട് കമ്പയർ ചെയ്യുക, അത്രയും ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ വേറെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇതുപോലെ ചെയ്യണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയാണ് കൊടുത്തേക്കുന്നത്, വേറെ ഇതൊക്കെ ആയിട്ട് ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കുകളെല്ലാം എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെല്ലാത്തിനും ഒരു ഇ വെച്ചിട്ട് എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇത്രയും സ്റ്റെപ്പായിട്ടൊന്നുമില്ല, അത് ഒറ്റ പേജ് ഉള്ളൂ. അപ്പോൾ ആ പേജിൽ ഇ എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നതല്ല കേട്ടോ. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതാം കേട്ടോ. അടുത്ത ഹെഡിങ്ങിലേക്ക് വരാം. ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. 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 ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് നമ്മൾ ഇത് എല്ലാവരും പഠിച്ചില്ലേ? ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് നമ്മൾ റെസണൻസ് ഓർഗാനിക്കിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസും എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം എന്താണ് ഓർത്തോ, പാര, മെറ്റ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വരേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓർഡറിൽ ആരാണ് ഓർത്തോ ആരാണ് പാര എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യുക. നിങ്ങൾ പറയുകയും വേണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും വേണം. ഇവിടെ ഒരു ബെൻസീൻ റിംഗ് വരച്ചു കഴിഞ്ഞാൽ ഹെക്സഗൺ ഷേപ്പ് ആണ് അല്ലേ? ഓക്കെ, ഹെക്സഗൺ ആണ്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ട് ഉണ്ട്. ഇതാണ് ബെൻസീൻ. ഇതിനൊരു ഓർത്തോ ഇല്ല, പാരയും ഇല്ല, ഒന്നുമില്ല. കാരണം എന്താ, എങ്ങനെ തിരിഞ്ഞാലും ഒരേപോലെ ഇരിക്കുന്ന ഒരാളാണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, അതേസമയത്ത് ഇതിലൊരാൾ വന്നാൽ, ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നാൽ, അത് ഫസ്റ്റ് ഗ്രൂപ്പ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ റിലേറ്റീവ് പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. റിലേറ്റീവ് പൊസിഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ഞാൻ കൊണ്ടുവന്നു, OH. OH അല്ലാതെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. വേറെ എന്തൊക്കെ കൊടുക്കാം? Cl കൊടുക്കാം, COH കൊടുക്കാം, NO2 കൊടുക്കാം, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത പൊസിഷൻ, നിയർ ബൈ പൊസിഷൻ, ഇതിനെയാണ് നമ്മൾ ഓർത്തോ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പൊസിഷൻ എന്തായിരിക്കും? ഓർത്തോ. ഇതും എന്തായിരിക്കും? ഓർത്തോ. അപ്പൊ എത്ര പൊസിഷൻ ഓർത്തോ? രണ്ടെണ്ണം. ഇനി ഓപ്പോസിറ്റ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വന്നാൽ ഇതെന്തായിരിക്കും? ഈ പൊസിഷൻ പാര. എന്താ വരുന്നേ? പാര. ഇനി രണ്ടിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ പൊസിഷനെ വിളിക്കുന്ന പേരാണ് മെറ്റ. എന്താ വിളിക്കുന്നത്? മെറ്റ. ഇതാണ് മെറ്റ. മെറ്റ ഉണ്ട്. ഇവിടെ നിന്നൊക്കെയാണ് മെറ്റ എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. ഓക്കെ, എന്താ കെമിസ്ട്രി ആയിട്ട് റിലേറ്റഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കാൻ എന്തൊക്കെയുണ്ട്? ഓർത്തോ, പാര, മെറ്റ. ക്ലിയർ ആണോ? ഓക്കെ, ആരെയാ നോക്കുന്നേ? ഇവിടെ. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളാണ് ഇനി പറയണ്ട കേട്ടോ. ഓക്കെ, ഇവിടെയാണ് ഞാൻ OH ഫിറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇതിന്റെ പാര ഏതായിരിക്കും? ശരി പറഞ്ഞു. ഇതാണോ 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 ഇതാണോ? ഞാൻ നമ്പർ ഇടാം, അപ്പോൾ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ ഇതാ, ഇത് 1 2 3 4 5 6. ഇതെന്തായിരിക്കും? പാര. 4 എന്തായിരിക്കും? പാര. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർത്തോ ഏതായിരിക്കും? 2ഉം 6ഉം ഉണ്ടോ? ഇയാളുടെ അടുത്ത് തന്റെ ഹാൻഡ് അല്ലേ, തൊട്ടടുത്തല്ലേ ഇരിക്കുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെ തൊട്ടടുത്തിരിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർത്തോ അല്ലേ? തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇന്നും ഓർക്കും അല്ലേ? ഓർത്തോ, ഓർത്തോ അല്ലേ? തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ എന്നും ഓർക്കും അല്ലേ? എൻ്റെ ക്ലാസ്സിൽ എൻ്റെ അടുത്തിരുന്ന ആൾക്കാരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഏറ്റവും അടുത്തിരിക്കുന്ന ആൾ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പാരൻസിനെ ഓർക്കൂലേ? എന്തുകൊണ്ട് ഓർക്കണം? എപ്പോഴും നമ്മുടെ അടുത്തൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, ഓർത്തോ. ഓക്കെ, അങ്ങനെ ഓർത്ത് നോക്കുക അല്ലേ? പിന്നെ പാരയുണ്ട് എപ്പോഴും അല്ലേ? നമുക്ക് പണി തരുന്ന ആൾക്കാർ പാര അല്ലേ? ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ട് അല്ലേ? എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ പണിയൊക്കെ തരുന്ന ആൾക്കാരുണ്ട്, പാര. അങ്ങനെ ഓർത്ത് നോക്കുക, ഓപ്പോസിറ്റ് ആണ് പാര. പുറത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ, അതുവഴി യാതൊരു ബന്ധമില്ല കേട്ടോ. ഓക്കെ, ദെൻ മെറ്റ, ഇൻ ബിറ്റ്വീൻ അല്ലേ? വല്ലപ്പോഴും കണ്ടാലായി, മീറ്റ് ചെയ്താലായി അല്ലേ? മെറ്റ. അങ്ങനെ ഇൻ ബിറ്റ്വീൻ, മറക്കരുത്, ഈ പൊസിഷൻസ് കിട്ടണം. ഓക്കെ,
ഫിനോൾ ആവണമെന്നില്ല, ഇവിടെ ഏത് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരാം. അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റീവ് പൊസിഷൻസ് ആണത്. ഇത് വരച്ചു വെക്കും, ഇത് ആദ്യം വരച്ചു വെക്കണം. ഓക്കെ, നിങ്ങൾക്ക് പൊസിഷൻസ് കിട്ടണമല്ലോ, എന്നാലേ ഇത് ഓർത്തോ പാര എന്നൊക്കെ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് ഓർത്തോ പാര എന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇത് 5 എന്ന് പറയുമ്പോൾ മെറ്റ. അപ്പൊ ഫംഗ്ഷൻ ഗ്രൂപ്പ് എവിടെ വരുന്നു അതനുസരിച്ചിട്ടാണ് ഓർത്തോ പാരയൊക്കെ ഡയറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഹെഡിങ് എഴുതിയേക്കുന്നത് ഓർത്തോ പാര എന്നാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചൊന്ന് പൊസിഷൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കി അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ എഴുതണം, ആ ടൈപ്പുകളൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതണം. എഴുതി വെക്കട്ടോ എൻ്റെ താഴെ. ദ ഗ്രൂപ്പ് which direct the incoming group, the group which direct the incoming group, the group which direct the incoming group, to ortho and para position, to ortho and para position are called, ortho and para positions are called ortho and para directing group. Ortho and para directing group. The groups which direct the incoming group to ortho and para position are called ortho and para directing group. Ortho and para directing group. Then അവിടെ എഴുതി വെക്കാം ഈ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആയിട്ട് വരുന്ന ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കേട്ടോ. താഴെ എക്സാമ്പിൾ ആരൊക്കെയാണ് ഈ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് എന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. Activating groups are ortho para directing. Activating groups are ortho para directing. Example ഓർത്തോ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ കണ്ടായിരിക്കുന്ന OH, NH2, CH3, OCH3, etc. OCH3, etc. അപ്പോ OH ബെൻസീനിക്കിന് മുകളിൽ വന്നാൽ എന്തായിരുന്നു? അപ്പൊ ആരൊക്കെ ഓർത്തോ പാര ഡയറക്റ്റിംഗ്? ഫിനോൾ. OH വന്ന എന്താ? ഫിനോൾ. പേര് എഴുതണം കേട്ടോ. ദെൻ NH2 വന്ന അനലിൻ. എന്തായിരുന്നു? അനലിൻ. NH2 വന്ന അനലിൻ. കേട്ടോ ഓർത്തോ നോക്കുക. അപ്പൊ ബെൻസീനിക്കിന് മുകളിൽ OH, ഇത് ഓർത്തോ പാരയാണ്, ഇതും ഓർത്തോ പാരയാണ്. ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഇതെന്തായിരിക്കും? ശരിയാ പറഞ്ഞോ, ടോളുവിൻ. CH3 വന്നാ എന്താ? ടോളുവിൻ. OCH3 ആണ് കേട്ടോ. OCH3. അനിസോൾ. OCH3 എന്താ? അനിസോൾ. ദെൻ ക്ലോറോബെൻസീനും വരുന്നുണ്ട്. ക്ലോറോബെൻസീൻ ഇതും ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. ക്ലോറോബെൻസീൻ ഓർത്തോ പാര ഡയറക്റ്റിംഗ്. ആക്ടിവേറ്റിംഗ് അല്ല, പക്ഷെ എന്താണ്, അത് ഓർത്തോ പാരയാണ്. അപ്പൊ ഇവരെല്ലാം എന്ത് ഡയറക്റ്റിംഗാ? ഓർത്തോ പാര ഡയറക്റ്റിംഗ്. അപ്പൊ ഇതിലേക്കൊക്കെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ
അതിൽ എവിടേക്കൊക്കെ പോകും? ഓർത്തോ ആൻഡ് പാര. നൈട്രേഷൻ ചെയ്താൽ എവിടേക്കൊക്കെ പോകും? ഓർത്തോ ആൻഡ് പാര അല്ലേ? അപ്പൊ നേരത്തെ ക്ലോറിനേഷൻ ചെയ്താൽ എവിടേക്കൊക്കെ പോകും? ഓർത്തോ ആൻഡ് പാര. ഫ്രെഡൽ ക്രാഫ്റ്റ് ചെയ്താൽ എന്ത് വരും? ഓർത്തോ ആൻഡ് പാര. അപ്പോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി വെക്കാം. ഫിനോൾ. അതിനാ നൈട്രേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോൺസെൻട്രേറ്റഡ് പറയ് HNO3 ആൻഡ് H2SO ചെയ്ത് എന്ത് വരും? ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാനൈട്രോഫിനോൾ. ഉണ്ടോ? ഈ OH ആണ് തീരുമാനിക്കണേ അല്ലെ? OH എന്ത് ഗ്രൂപ്പാ? ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അതിന്റെ ഓർത്തോ പൊസിഷനിൽ ആര് വരും? NO2 വരും, പ്ലസ് പാര വരും. എപ്പോഴും മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് NO2. മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് ഇതായിരിക്കും. മേജർ. ഓർത്തോ, ഇത് മൈനർ ആണ്. മേജർ പ്രൊഡക്റ്റ് പാര. ഇതിന്റെ പേര് എഴുതണം കേട്ടോ. ഓർത്തോ നൈട്രോഫിനോൾ. ഇതിന്റെ പേരെന്തായിരിക്കും? പാരാനൈട്രോഫിനോൾ. കേട്ടോ? ഓർത്തോ നോക്കാം. പാരയ്ക്ക് പി എന്നൊക്കെ കൊടുക്കുള്ളൂ, ഓർത്തോക്ക് ഇത് എങ്ങനെ കൊടുക്കുള്ളൂ കേട്ടോ. ഓർത്തോ നൈട്രോഫിനോൾ. ഇതിന്റെ പേരെന്തായിരിക്കും? പാരാന്ന് എഴുതാം, അല്ലെങ്കിൽ പി. കണ്ടോ? അങ്ങനെ കൊടുക്കുള്ളൂ കേട്ടോ. പി നൈട്രോഫിനോൾ. ഇതെന്റെ കോമൺ നെയിം ആണ് ഈ ഓർത്തോയും പാരും. ഐയുപാക് നെയിം എന്തായിരിക്കും? ഐയുപാക് നെയിം എന്ന് പറയുമ്പോൾ നമ്മള് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏറ്റവും പ്രയോറിറ്റി കൂടിയ ഫംഗ്ഷൻ ഗ്രൂപ്പ് OH ആണ്. അപ്പൊ ഇത് ഇവിടെ നിന്ന് 1 2 ഉണ്ടോ 3 4 5 അങ്ങനെ നമ്പർ കൊടുക്കും. അപ്പൊ ഇതിന്റെ പേര് അതാണ് റെഡിൽ എഴുതുന്നത് കേട്ടോ. ഓക്കെ, 2 നൈട്രോഫിനോൾ. ഇതാണ് ഐയുപാക് നെയിം, സയന്റിഫിക്കലി അപ്രൂവൽഡ് ആയിട്ടുള്ള നെയിം. ഇതിന്റെ പേരെന്തായിരിക്കും അപ്പൊ ഒന്ന് പറഞ്ഞേ? പറയ്. 4 നൈട്രോഫിനോൾ. വേഗെടുത്ത് എഴുതാം കേട്ടോ. എഴുതിയോ? അടുത്ത് തനി എഴുതണം കേട്ടോ. ഈ ഫിനോൾ മാറ്റി CH3 ആക്കി എന്തായിരിക്കും അതിന്റെ പേര്? മീനാക്ഷി, എന്തായിരിക്കും എന്റെ പേര് എന്ന് പറഞ്ഞ? CH3 ആക്കിയ ടോളുവിൻ അല്ലേ? നൈട്രേഷൻ ചെയ്താൽ എന്തൊക്കെ കിട്ടും? ഓർത്തോ നൈട്രോ ടോളുവിൻ ആൻഡ് പാരാനൈട്രോ ടോളുവിൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്തോ വെക്കുക. ഓർത്തോ നൈട്രോ ടോളുവിൻ ആൻഡ് പാരാനൈട്രോ ടോളുവിൻ കേട്ടോ. ഓക്കെ, ഈ അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ അതും കൂടി എഴുതിക്കോ കേട്ടോ. വേഗം എടുത്ത് എഴുതി പോക്കോ. CH3. ഇത് മേജർ കേട്ടോ. ഇത് മേജർ, ഇത് മൈനർ കേട്ടോ. മേജറും മൈനർ. മേജർ എന്ന് പറഞ്ഞാൽ കൂടുതൽ എമൗണ്ട് ഉണ്ടാവും കേട്ടോ, കൂടുതൽ ക്വാണ്ടിറ്റി. ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവുക. ഇതെന്തായിരിക്കും? മൈനർ ക്വാണ്ടിറ്റി. 2 പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷെ ഒരു സൊല്യൂഷനിലായിരിക്കും. അതല്ലേ ഉദ്ദേശിച്ചത്? അതെ. അപ്പൊ നമുക്ക് മാറ്റിയെടുക്കണം, എന്നാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചോദിച്ചു ഡീകമ്പോസിഷൻ പറഞ്ഞാൽ 2 തന്നെ, അതുപോലെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ആഡ് ചെയ്യണ സമയത്ത് 2 പ്രോഡക്റ്റ് ആയിട്ട് അതിൽ കിട്ടും കേട്ടോ. ഓർക്കുക. പിന്നെ ഇതിനെ നമ്മൾ മാറ്റണം അല്ലേ? ഇപ്പൊ നമ്മളൊരു റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് 2 കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. 2 പ്രോപ്പർട്ടി ആയിരിക്കും. മനസ്സിലായി? ഭയങ്കര വ്യത്യാസമുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതിന് സ്റ്റീം വോളറ്റൈൽ ചെയ്യും. അടുത്ത ക്വസ്റ്റൻ ആണ്, അടുത്ത വർഷത്തെ ക്വസ്റ്റൻ ആണ് ഇപ്പൊ ഇയാൾ ചോദിച്ചത് കേട്ടോ. ഓർത്ത് നോക്കാം. ഹൗ ടു സെപ്പറേറ്റ് ദീസ്. നേരത്തെ ചോദിച്ചില്ലേ ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാനൈട്രോഫിനോൾ കേട്ടോ. ഓക്കെ, അതിന് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഇല്ല. ഹരി ചോദിച്ചുകൊണ്ട് അതൊന്ന് കാണിച്ചു തരാം. അതിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിന്റെ ആൻസർ വരുന്നത് ഇതാണ്: ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാനൈട്രോഫിനോൾ. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഓർത്തോ നൈട്രോഫിനോൾ എവിടെയെങ്കിലും പഠിച്ചതായിട്ട്?
ചാപ്റ്റർ 4 എവിടെയെങ്കിലും നിങ്ങൾ ഓർത്തോ നൈട്രോഫിനോൾ പഠിച്ചിട്ടുണ്ടോ? ശരിയാ, ഹൈഡ്രജൻ ബോണ്ടിങ്. എന്ത് ഹൈഡ്രജൻ ബോണ്ടിങ് ഓർത്തോ നൈട്രോഫിനോളിന്? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. എന്തായിരുന്നു? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, ഇത് നോക്കിയേ ഉണ്ടോ. അപ്പൊ അത് വെച്ചിട്ടാണ് +2 ക്വസ്റ്റ്യൻ. അപ്പോൾ +2 നിങ്ങൾ എന്ത് ചെയ്യും കേട്ടോ? നിങ്ങൾക്ക് വിഷമമാവും അല്ലേ? അല്ലെങ്കിൽ കാരണം എന്താണ് അല്ലേ, 11th ഒന്നും ചോദിച്ചില്ല എന്ന് ഒരു വിഷമവും കരുതണ്ട. ഈ ചാപ്റ്ററും ഒരു 4th ചാപ്റ്ററും കൂടി മിക്സ് ചെയ്ത് അത് അവിടെ എഴുതി, എന്നിട്ട് അതൊരു പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു സന്തോഷമായി അല്ലേ, ഒന്നും പഠിച്ചതൊക്കെ വേസ്റ്റ് ആയില്ല എന്നൊക്കെ തോന്നി. ഇതേ നോക്കിയേ, കണ്ടോ ഇയാളാ ഇതാരാ? ഇതാണ് നേരത്തെ കണ്ടില്ലേ ഓർത്തോ നൈട്രോഫിനോൾ. അതിൽ സ്ട്രക്ചർ ആക്കി കൊടുത്തേക്കുന്നതാണ് കണ്ടോ. 4th ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് പേജ് അല്ലേ, സ്ട്രക്ചർ ആയിട്ടൊക്കെ കൊടുത്തേക്കാണ്. ആക്ച്വലി ഈ NO2 ബോണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഓക്കെ, NO2 OH മുകളിലോ താഴെയൊക്കെ ഇടല്ലേ, തിരിക്കൊക്കെ ചെയ്യാലോ. ഈ ഉണ്ടോ, ഇവർ തമ്മിലൊരു അട്രാക്ഷൻ വരും. അട്രാക്ഷൻ ഉള്ളൂ, അല്ലാതെ ഈ ഇതിനെ ബ്രേക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. കേട്ടോ ഓർക്കോ, അട്രാക്ഷൻ കേട്ടോ, ജസ്റ്റ് ഫോർ അട്രാക്ഷൻ. അങ്ങനെ അട്രാക്ഷൻ വരുമ്പോൾ അവിടെ എന്ത് വരും? ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് വരണം. അതുകൊണ്ട് അതിനെ നമുക്ക് സ്റ്റീം വോളറ്റൈൽ കേട്ടോ ഓർത്തോക്കാം. സ്റ്റീം വോളറ്റൈൽ ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എഴുതിയോ? ഓക്കെ, ഇനി ഓർത്ത് നോക്കുക, ഇവിടെ ഹാലജനേഷൻ ചെയ്താൽ എന്താ വരിക? Cl2 അൺഹൈഡ്രസ് AlCl3. ചെയ്തു, തനിയെ ചെയ്യും. എന്തായിരിക്കും ആൻസർ? ആ ലോജിക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തേ. ഇതിലേക്ക് ആരിട്ടാലും അതൊക്കെ ഏതൊക്കെ പൊസിഷനിലേക്ക് മാറും ചെയ്യണം കേട്ടോ. കിട്ടിയോ? യെസ്, റൈറ്റ്. അവിടെ CL ഇടണം. Cl2 അല്ല CL കേട്ടോ. CL പ്ലസ് ഏതാ? ഇവിടെ ഇത് ബെൻസീനിങ് ആണ്. ഈ CL ഓർത്തോയിലേക്ക് പോയി. ഒരെണ്ണം ഇതിലേക്കും പോകണം. 2 Cl2 ഇല്ലേ, അതിലൊരെണ്ണം ഇതിലേക്ക് പോകും, പാരയിലേക്ക് പോകും ഉണ്ടോ. അപ്പോൾ ഓർത്തോ പാരയല്ലേ, ഇത് ഓർത്തോ. ഈ ഫിനോൾ എന്ന് പറയുന്നത് ഓർത്തോ ആൻഡ് പാര ഡയറക്റ്റിംഗ് ആണ്. ഇത് ഒരെണ്ണത്തിന് പാരയിലേക്ക് വിടും. ഇതെപ്പോഴും എന്തായിരിക്കും? മേജർ ആയിരിക്കും. ഓക്കെ, മേജർ ഏതാ? മേജർ എന്ന് എഴുതിക്കോ. മേജർ എന്ന് എഴുതിക്കോ. ഇവിടെ മൈനർ എന്ന് എഴുതിക്കോ. ഞാൻ ആ ഷോർട്ട് ഫോം ആക്കിയിട്ട് ആണ് M എന്ന് കൊടുത്തത് കേട്ടോ. കിട്ടിയില്ലേ? Cl2 അല്ല CL കേട്ടോ. CL ആണ് കേട്ടോ. Cl2 അല്ല CL. ഓർത്തോ ക്ലോറോ ടൊളുവിൻ ആൻഡ് പാര ക്ലോറോ ടൊളുവിൻ. അവൻ എഴുതിയേക്കുന്നത് ഫിനോളിൻ്റെ ആണ് കേട്ടോ. ടൊളുവിനാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അത് കുഴപ്പമില്ല, വെട്ടണ്ട ഇനി എന്തായാലും. അത് കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. ഇനി അത് വെട്ടണ്ട, ചേർത്തേക്കണ്ട കേട്ടോ. ഓക്കെ, Cl2 ആൻഡ് അൺഹൈഡ്രസ് AlCl. അപ്പോൾ എന്ത് വരും? CH3 ആണ് കേട്ടോ, ടൊളുവിനാണ് CH3. ഓക്കെ, ഈ ഗ്രൂപ്പുകൾ വന്ന ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ എഴുതിയിരിക്കുന്ന എല്ലാ ഗ്രൂപ്പും കണ്ടോ, OH NH2 ഇതൊക്കെ അല്ലേ, അവരെല്ലാം ഓർത്തോ ആൻഡ് പാര. അപ്പോൾ ഈ CL ഇനി എവിടെയൊക്കെ വരും? ഓർത്തോ ആൻഡ് പാരയിൽ വരച്ചു കേട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പുകളെല്ലാം ഓർത്തു വെച്ചേക്കണം. ഇവരെല്ലാം എന്താണ്? ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇവര് ജനറലി ഓർത്തോ ആൻഡ് പാര ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഈ ഗ്രൂപ്പുകളുടെ പേരൊക്കെ ഒന്ന് കാണാതെ പറയണം. അപ്പോൾ റെഡിയാണ് സാർ? റെഡിയാണ്. പറഞ്ഞു OH വരുമ്പോൾ എന്താ? ഫിനോൾ, ടൊളുവിൻ, പറഞ്ഞു അനലിൻ, അനിസോൾ, എന്തായിരുന്നു? ക്ലോറോ ബെൻസീൻ അല്ലേ.
ക്ലോറോബെൻസീൻ. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി നോക്കാം നമുക്ക്, എന്നിട്ട് ഒരുമിച്ച് പറയിപ്പിക്കാം കേട്ടോ. ഓക്കെ, മീനാക്ഷി അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, ഫിനോൾ കിട്ടണം, അനലിൻ, ടൊളുവിൻ, അനിസോൾ, ക്ലോറോബെൻസീൻ. റിപ്പീറ്റ് ചെയ്തേ. ഫിനോൾ, അനലിൻ, ടൊളുവിൻ, അനിസോൾ, ക്ലോറോബെൻസീൻ. എന്ന് പറഞ്ഞേ. ഫിനോൾ, അനലിൻ, ടൊളുവിൻ, അനിസോൾ, ക്ലോറോബെൻസീൻ. These are ortho and para-directing. These are ortho and para-directing. Clear ആണോ? ഓക്കെ അല്ലേ? Then മീനാക്ഷി സ്റ്റാർട്ട് ചെയ്തു. അനലിൻ, ആ ആ ആ അനിസോ, ഫിനോൾ, ആ അനിസോൾ, ടോളിൻ. ഓക്കെ, ഇതെല്ലാം എന്ത് ഡയറക്റ്റിംഗ്? ഓർത്തോ ആൻഡ് പാര. നെക്സ്റ്റ് ഹെഡിങ് എഴുതി കേട്ടോ. മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. നെക്സ്റ്റ് ഹെഡിങ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. Meta directing group. The group which direct the group which direct the group which direct the incoming group to the group which direct the incoming group to meta position. The group which direct the incoming group to meta position. Incoming group to meta position are called meta directing group. Are called meta directing group. Are called meta directing group. Meta directing group. Meta directing group. Then അടുത്ത ലൈനിൽ എഴുതി വെക്കാം, ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. NO2 COOH. CHO COCH3 CN etc. ഇത്ര മതി. ഇത് ഇത്രയും ആൾക്കാരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ബെൻസീനിന് മുകളിൽ NO2 വന്നാൽ എന്തായിരിക്കും? നൈട്രോ ബെൻസീൻ. എന്തായിരിക്കും? ബെൻസോയിക് ആസിഡ്. ഇതെന്തായിരിക്കും? ബെൻസാൽഡിഹൈഡ്. അസറ്റോഫിനോ കേട്ടോ. ബെൻസീനിന്റെ മുകളിൽ CN നിങ്ങൾക്ക് വരുന്നില്ല, സൈനൈഡ് ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. ബെൻസൈൽ സൈനൈഡ് വരും. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ പേര് കറക്റ്റ് ആയിട്ട് കിട്ടുക. ദെൻ ഇതാ ഇവിടെ നോക്കാം നമുക്ക്. നൈട്രോ കോമ്പൗണ്ട്. നൈട്രോ കോമ്പൗണ്ട് ആദ്യം ഇവിടെ എത്തി അല്ലെ, ഓർത്ത് നോക്കാം. ഇനി നമ്മൾ അതിലേക്ക് Cl2 അൺഹൈഡ്രസ് AlCl3 കൊടുത്താൽ എന്ത് വരും? എവിടെ വരും അത്? NO2ന്റെ മെറ്റാ പൊസിഷൻ എവിടെയാണ്? ആണോ, ഓർത്തോ, ഒറ്റ പൊസിഷൻ ഉള്ളൂ. മെറ്റാ ക്ലോറോ
ഉണ്ടോ? നൈട്രോബെൻസീൻ ഉണ്ടോ? മെറ്റാക്ലോറോ നൈട്രോബെൻസീൻ ഉണ്ടോ? ഓക്കെ, ഇത് റിലേറ്റീവിലാണ്. ഇതാണ് ആദ്യം പറഞ്ഞു അവസാനം പറഞ്ഞു, അങ്ങനെ ഒന്നും ഇഷ്യൂ ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം. മെറ്റാ നൈട്രോക്ലോറോബെൻസീൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, ഓർത്ത് നോക്കാം. മെറ്റാക്ലോറോ നൈട്രോബെൻസീൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ആ സൺഡേ നിങ്ങളുടെ കാര്യം തീരുമാനിച്ചിട്ടില്ല, നോക്കണം. എന്ത് പറ്റി, വെക്കണോ? എക്സാം എന്നാ? കെമിസ്ട്രി ആണോ? കെമിസ്ട്രി എന്നാ? സാറ്റർഡേ, നെക്സ്റ്റ് സാറ്റർഡേ അല്ലേ? ഏതൊക്കെ ക്വസ്റ്റൻ ഉണ്ട്? ഇതില്ല, ഹൈഡ്രോ കാർബൺ ഇല്ല. ഏതാ? നോമക്ലേച്ചർ വരെ അല്ലേ? ഇക്വിലിബ്രിയം ഉണ്ടോ? സ്റ്റഡി ലോ ആയിട്ടുണ്ടോ അതിൻ്റെ ഇടയിൽ? ഇല്ല, ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെയല്ലേ നിങ്ങൾക്ക്? കെമിസ്ട്രി ഗ്യാപ്പില്ല. ഇവിടെ ഒരു റീസൺ എഴുതി വെച്ചു കേട്ടോ, ഈ മെറ്റാ പൊസിഷനും അതിൽ ഓർത്തോ പാരാ പൊസിഷനും. ഓർത്തോൻ്റെ ഇവിടെ നമ്മൾ ആ പോയിന്റ് വിട്ടതാണ്. അപ്പോൾ ഇവിടെ മെറ്റയിൽ ആദ്യം എഴുതാം, എന്നിട്ട് നമുക്ക് ഓർത്തോൻ്റെ എഴുതാം. The electron density comparatively higher at meta position. Comparatively higher at meta position. ആരെക്കാളായിരിക്കും കമ്പാരിറ്റീവ്ലി എന്ന് പറയുമ്പോൾ? ഓർത്തോ ആൻഡ് പാരേനേക്കാളും. ഓക്കെ, വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ ഓർത്തോ ആൻഡ് പാര പൊസിഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് ദാൻ ദാറ്റ് അറ്റ് മെറ്റാ പൊസിഷൻ. അതാണ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്. നിങ്ങൾ ഓർത്ത് നോക്കാം. മെറ്റാ ഡയറക്റ്റിംഗ് ആണെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഹയർ ഇൻ എവിടെയായിരിക്കും? മെറ്റാ പൊസിഷൻ. അപ്പോൾ ഓർത്തോ പാരയാണ്. വാട്ട് ഇസ് ദ റീസൺ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഇലക്ട്രോൺ ഡെൻസിറ്റി ഹയർ ഇൻ ഓർത്തോ ആൻഡ് പാര പൊസിഷൻ കേട്ടോ. അവിടെയും ഒന്ന് എഴുതി വെക്കുക. ഓർത്തോ ആൻഡ് പാര ഡയറക്റ്റിന്റെ അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു സ്പേസിൽ എഴുതി വെക്കുക. ഇലക്ട്രോൺ ഡെൻസിറ്റി comparatively higher in ortho and para direction. Electron density higher in ortho and para position. Electron density higher in ortho and para position. അപ്പോൾ ഏതെങ്കിലും ഗീവ് റീസൺ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് ഇസ് ഓർത്തോ ആൻഡ് പാര അല്ലെങ്കിൽ ദിസ് ഇസ് മെറ്റ എന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഹയർ ഇൻ ഓർത്തോ ആൻഡ് പാര കേട്ടോ, ഓർത്ത് നോക്കുക. അങ്ങനെ പറഞ്ഞു എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർത്തോ പാര ഡയറക്റ്റീവ് ആയി. മെറ്റയിലാണ് ഹയർ എങ്കിൽ മെറ്റാ ഡയറക്റ്റീവ് ആയി കേട്ടോ. ഓക്കെ, അപ്പോൾ ഓർത്ത് നോക്കുക. ഇതെല്ലാം നടക്കുന്നത് എന്താ? നേരത്തെ എഴുതിയ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എഴുതിയില്ലേ? ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് വരില്ലേ? അതിൽ ഏതായിരിക്കും? നമ്മൾ നേരത്തെ കാർബോകാറ്റയോൻ്റെ അവിടെ ഒരു പ്ലസ് എഴുതി മൈനസ് എഴുതി. ആ മൈനസ് വന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും.
അപ്പോൾ അയാൾ ചോദിച്ചെങ്കിൽ തുടങ്ങാൻ നമുക്ക് റെസൊണൻസ് പഠിക്കാനുണ്ട്. പ്ലസ് ആർ എഫക്റ്റ്, മൈനസ് ആർ എഫക്റ്റ്. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്ലസ് ആർ എഫക്റ്റ് മുകളിൽ പ്ലസ് വരും. ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടെയാണ് കിടക്കുന്നത്? ഓർത്തോ ആൻഡ് പാര. അതുകൊണ്ടാണ് നമ്മൾ ആ വേർഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് റെസൊണൻസിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓർത്തോ റെസൊണൻസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ. അപ്പൊ നെഗറ്റീവ് സൈൻ എവിടെയാ ഉണ്ടാവുക? ഓർത്തോയിലും പാരയിലും കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്തോയിലും പാരയിലും ആ റെസൊണൻസ് കാരണമാണ്. അവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതി വെച്ചോ കേട്ടോ. നിങ്ങൾ അതൊന്നും എഴുതി വെച്ചാൽ ബെറ്റർ ആണ്. മെറ്റയുടെ അവിടെ എഴുതി വെക്കുക മൈനസ് ആർ എഫക്റ്റ്. മെറ്റ നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ്, നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് അങ്ങനെ എഴുതിക്കോ. അല്ലെങ്കിൽ മൈനസ് ആർ എന്താന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകും. നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് ആയിരിക്കും. മെറ്റ വന്നു കഴിഞ്ഞാൽ ജനറലി നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് ആണ്. ഓർത്തോപാരയുടെ അവിടെ എന്ത് എഴുതി വെക്കണം? ജനറലി പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ്, പ്ലസ് ആർ എഫക്റ്റ്. പോസിറ്റീവ്ലി കേട്ടോ, പ്ലസ് ആർ എഫക്റ്റ് എന്ന് പറഞ്ഞ ഈ നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ നെഗറ്റീവ് വരും. അപ്പോൾ ഇവിടെ ഈ ഓർത്തോ ആൻഡ് പാരയിലൊക്കെ പ്ലസ് വരും. ഓർത്തോ പാര പ്ലസ് വരുമ്പോൾ ഇവിടെ മെറ്റയില് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കമ്പാരിറ്റീവ്ലി ഇലക്ട്രോൺ ഡെൻസിറ്റി മെറ്റയിൽ വരും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിട്ട് നമുക്കൊരു 3 പോയിന്റ് കൂടി എഴുതി കഴിയുമ്പോൾ ഈ ചാപ്റ്റർ മെയിൻ ഏരിയാസ് എല്ലാം തീരുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസുകളിലേക്ക് പോകണം. നമ്മൾ എഴുതാത്ത ടോപ്പിക് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് വന്ന സമയത്ത് ബെൻസീൻ കയറ്റിയെടുത്ത സമയത്ത് എഴുതാത്ത 3 പോയിന്റ് കൂടി ഉണ്ട്. കൂടി എഴുതി കേട്ടോ. അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ, അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ, അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ. ഹെഡിങ് എഴുതി വെക്കുക. അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ, YNE. അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ, അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ. ഏകദേശം ഒരു ഹാഫ് പേജ് കൂടുതൽ പോയിന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ കണ്ടന്റ് എന്താണ്, അതിന്റെ ലാസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് എഴുതിയാൽ മതി. ഓക്കെ, CH ട്രിപ്പിൾ ബോണ്ട്, CH ട്രിപ്പിൾ ബോണ്ട് ആണ് ആൽക്കൈൻ. അപ്പൊ ആൽക്കൈനെയാണ് അവർ എയിം ചെയ്യുന്നത്. ദെൻ CH2 ഡബിൾ ബോണ്ട്, CH2. then CH3 സിംഗിൾ ബോണ്ട്, CH3. ഇത് 3 എഴുതി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയിലേക്ക് വരും. സിംഗിൾ ബോണ്ട് വന്നാൽ ഏത് ഹൈബ്രിഡൈസേഷൻ ആണ്? sp3. സിംഗിൾ ബോണ്ട് വന്നാൽ എന്തായിരിക്കും? sp3. അപ്പൊ ഇത് രണ്ടിനും sp3 ആണ് അല്ലെ. ഓരോ കാർബൺ ആറ്റത്തിനും sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഡബിൾ ബോണ്ട് വന്നാൽ sp2. ട്രിപ്പിൾ ബോണ്ട് വന്നാൽ sp. ട്രിപ്പിൾ ബോണ്ട് വന്നാൽ sp. ഇങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ വരുന്നത്. ഇതില് എസ് ക്യാരക്ടർ എത്ര പെർസെന്റ് ഉണ്ട്? എത്ര ഉണ്ടാവും? 25 കേട്ടോ. ഓർത്തോ, കാരണം എത്രയാ? ടോട്ടൽ ഒരു എസും 3 പിയും. അപ്പൊ ടോട്ടൽ എത്രയാ? 4. 100 ഡിവൈഡ് ബൈ 4 എത്രയാ? 25 അല്ലേ. ഓർത്തോ, അപ്പൊ ഒരു 25 എസ് ക്യാരക്ടറും പി എത്രയുണ്ടാവും? 75. അപ്പോ എസ് ക്യാരക്ടർ, പെർസെന്റേജ് ഓഫ് എസ് ക്യാരക്ടർ എത്രയായിരിക്കും? 25 അല്ലേ. ഓക്കെ, 25% ആണ്. അപ്പോൾ 25% ആണ് എസ് ക്യാരക്ടർ 25%. ഇതിൽ എത്രയായിരിക്കും? എത്രയായിരിക്കും? ഒരു എസും 2 പി. ഒരു എസ് 2 പി. അപ്പൊ ടോട്ടൽ എത്ര? 3. 100 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടും? 33.3333 അല്ലേ. ഓക്കെ, അപ്പോ ഇത് 33.333യും ഇത് എത്രയാ? 66.6666 അങ്ങനെ പോകും. അങ്ങനെ വരുമ്പോൾ എസ് ക്യാരക്ടർ എത്ര പെർസെന്റേജ് ആയിരിക്കും? 33.3%. ഇവിടെ എസ് എത്രയായിരിക്കും? ആണ് നേരത്തെ അയാൾ പറഞ്ഞു. എത്രയായിരുന്നു? 50%. കണ്ടോ, ഓർത്ത് നോക്കാം. ഇത് എസ് 50, പിയും 50. ഇവര് അസിഡിറ്റിയുടെ കാര്യം പറയുമ്പോൾ എസ് ക്യാരക്ടർ ഇൻക്രീസസ്. എസിന്റെ ക്യാരക്ടർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അസിഡിറ്റി ഓൾസോ ഇൻക്രീസസ്. അതാണ് വരുന്നത്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് അസിഡിറ്റി ഏതായിരിക്കും? ഇത്തൈൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തൈൻ അസിഡിറ്റി ആവുന്നതിന്റെ റീസൺ ആണ് അവർ പറയുന്നത്. എസ് ക്യാരക്ടറിന്റെ പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അത് വലിയൊരു വേർഡിംഗ് ഒക്കെ ആക്കി ഒരു കുറെ പേജ് ഒക്കെ ആക്കി എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് കാര്യം കേട്ടോ. ഓർത്തോ, ഇത് ഇനി വേർഡിൽ എഴുതും കേട്ടോ. ഓക്കെ, അപ്പോൾ അസിഡിറ്റി എന്ന് എഴുതിയിട്ട് നിങ്ങൾ അസിഡിറ്റി ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കൊടുത്തേ. അസിഡിറ്റി ഓർഡർ ഏറ്റവും ഹയസ്റ്റ് ആരാ? ഈത്തൈൻ. റീസൺ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഓക്കെ, ഇനി ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേർഡിൽ എഴുതണം. വേർഡിൽ എഴുതുമ്പോൾ കുറെ ഉണ്ടാവും.
എഴുതിയോ? ഇനി ഇതിന്റെ താഴെ കേട്ടോ റീസൺ ആയിട്ട് എഴുതാണ്. ദ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ, ദ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ ബ്രാക്കറ്റിൽ 50%. ദ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ വിത്തിൻ ബ്രാക്കറ്റിൽ 50%. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. comma the sp hybridized orbital of carbon atom, the sp hybridized orbitals of carbon atom in ethane molecule have highest electronegativity, have highest electronegativity, comma hence these attract the shared pair of, hence these attract the shared electron pair of the CH bond of ethane these attract the shared pair of the CH bond of ethane to a greater extent, full stop. Thus in ethane വൈനിയാണ് കേട്ടോ. Thus in ethane hydrogen atoms can be liberated as proton more easily as compared to ethene and ethane. ആ ലിബറേറ്റ് ആസ് പ്രോട്ടോൺ മോർ ഈസിലി, ആ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അതാണ് ഏറ്റവും നല്ല വേർഡ്, ലിബറേറ്റ് ആസ് പ്രോട്ടോൺ മോർ ഈസിലി. liberate as proton more easily as compared to ethene and ethane. ആ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ലിബറേറ്റ് ആസ് പ്രോട്ടോൺ മോർ ഈസിലി ആസ് കമ്പയർഡ് ടു ethene and ethane. ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരാം കേട്ടോ. ഓക്കെ സ്വിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ അത്ര സമയം ഒന്ന് റിലാക്സ് ചെയ്യാം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ 5 മിനിറ്റ് ബ്രേക്ക് കേട്ടോ. 2.5 hours അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, സൈഡ് ബ്രേക്ക് വേണ്ട, അങ്ങനെയാണോ? ഇല്ല, കുഴപ്പമില്ല. അപ്പം നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത് ഏതായിരുന്നു? അസിഡിക് ക്യാരക്ടർ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് 2 റിയാക്ഷൻസും കൂടി ഒന്ന് എഴുതണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആൽക്കൈൻ്റെ റിയാക്ഷൻസ് ആണ്. എഴുതി വെക്കാം കേട്ടോ. അഡിഷൻ റിയാക്ഷൻ നമ്മൾ ആൽക്കീനിൽ ചെയ്ത പോലെ ആൽക്കൈൻ്റെ അഡീഷൻ ചെയ്തിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ ഓഫ് ആൽക്കൈൻ ആണ് കേട്ടോ. അഡീഷൻ റിയാക്ഷൻ ഓഫ് ആൽക്കൈൻ എന്ന് എഴുതിക്കോ, അല്ലെങ്കിൽ അത് ഡൗട്ട് വേണ്ട. ആൽക്കൈൻ, അഡീഷൻ റിയാക്ഷൻ ഓഫ് ആൽക്കൈൻ.
ആൽക്കൈൻ YNE കേട്ടോ, ആൽക്കൈൻ, അഡീഷൻ റിയാക്ഷൻ ഓഫ് ആൽക്കൈൻ. H2 ആഡ് ചെയ്താൽ എന്ത് പറ്റും? ഒരു ഹൈഡ്രജൻ എവിടേക്ക് പോകും? ഇതിലേക്ക് പോകും. അടുത്ത ഹൈഡ്രജൻ ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ എന്താവും? CH2 ഡബിൾ ബോണ്ട് CH2. വീണ്ടും H2 ആൻഡ് പലയിടി ആഡ് ചെയ്താൽ എന്ത് വരും? നേരത്തെ പഠിച്ചാ എന്ത് വരും? CH3 സിംഗിൾ ബോണ്ട് CH3. ഓക്കെ, CH3 സിംഗിൾ ബോണ്ട് CH3. സെയിം കാറ്റഗറിയാ. Br2 ആഡ് ചെയ്ത് എന്ത് വരും എന്ന് പറഞ്ഞേ നിങ്ങൾ? മീനാക്ഷി പറഞ്ഞു Br2 ആഡ് ചെയ്തോ. മറ്റേത് ചെയ്ത പോലെ ചെയ്യും. CH2 ഡബിൾ ബോണ്ട് CH2 അല്ലേ? പുറത്ത് നോക്കാം. ഇവിടെ H കൂടണമെന്നില്ല അല്ലേ? പുറത്ത് നോക്കാം. ഇവിടെ H കൂടി, H വെച്ചിട്ടാണ് ഡബിൾ ബോണ്ട് ആവും. Br എവിടേക്ക് വരും? ഇവിടെയും വരും, ഇവിടെയും വരും. ഇതേ Br ഉണ്ടോ? ഇനി തീർക്കാം. Br2 വീണ്ടും ആഡ് ചെയ്താൽ എന്ത് വരും? ഓൾഡ് വരും. ഉണ്ടോ? ഓർക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തും H ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇതേ ഇവിടെ Br വന്നു. ഇവിടെ ഓരോ സ്റ്റെപ്പിലും എന്താ സംഭവിച്ചതെന്ന് നോക്കി ഒബ്സർവ് ചെയ്തേ. ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ടായി ഇവിടെ അല്ലേ? നേരത്തെ ട്രിപ്പിൾ ബോണ്ട് മാറി ഡബിൾ ബോണ്ടായി. അപ്പോൾ അഡീഷണൽ ആണ്. ബോണ്ടുകൾ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. അതാണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും. അതാണ് നമ്മൾ ഓർത്ത് വെച്ച് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ദെൻ വാട്ടറും കൂടിയാണ് H2. H2O എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? H+ ആൻഡ് OH-. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു H ഇവിടെ വരും. അപ്പൊ എന്താവും? CH2 ഡബിൾ ബോണ്ട് CH. ഇവിടെ എന്ത് വരും? OH. ഇതാണ് അഡീഷൻ റിയാക്ഷനിൽ വരുന്നത് കേട്ടോ. അഡീഷനലേ H2 അല്ലേ? ഒരു H എവിടെ പോവും? ഇവിടെ പോവും. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH. ഇവിടെ ബാക്കി OH അല്ലേ? OH വരും. വീണ്ടും അവിടെ അതിലേക്ക് വാട്ടർ അവർ ആഡ് ചെയ്യുന്നുണ്ട്. ഐസോമറൈസേഷൻ വരുന്നുണ്ട് അവിടെ. ഓക്കെ, ഐസോമറൈസേഷൻ വരണ സമയത്ത് ഒരു H ഇവിടേക്ക് പോകും. അപ്പോൾ അത് ആൽഡിഹൈഡ് ആയിട്ട് മാറും കേട്ടോ. ഓർത്ത് പോകുക. ഐസോമറൈസേഷൻ അത് വേണ്ട, ടോട്ടോമറൈസോ ആണ്, അത് വേണ്ട. ഇത്രയും വരെ മതി കേട്ടോ. ഇത്രയും വരെ. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ. രണ്ട് റിയാക്ഷൻ കൂടി കഴിഞ്ഞാൽ തീരും. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ YNE. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ അതിൽ രണ്ട് ഇക്വേഷൻ ആയിട്ട് എഴുതിയാൽ മതി. CaCa2 + H2 gives ethyne. 2H2 ആണ്, സോറി 2H2. ഇതിന്റെ പേര് എഴുതുക കേട്ടോ. കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡ് വാട്ടർ ആണ്. ട്രീറ്റ് ചെയ്യുമ്പോൾ ഈത്തൈൻ കിട്ടും. കാർബൈഡ്, കാൽസ്യം കാർബൈഡ്, കാൽസ്യം കാർബൈഡ് ട്രീറ്റഡ് വിത്ത് വാട്ടർ. കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും, ഈത്തൈൻ കിട്ടും. ദെൻ ഒരു റിയാക്ഷൻ കൂടിയുണ്ട്. ബീറ്റ എലിമിനേഷൻ ആണ്, ഡീഹൈഡ്രേഷൻ ആണ്. ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ആണ്. ബീറ്റ എലിമിനേഷൻ ഓർമ്മയുണ്ട്? ആൽക്കഹോളിക് KOH, NaNH2 സോഡ അമൈഡ് എന്നാണ്. ഈ NaNH2ന്റെ പേര് എഴുതണം കേട്ടോ. സോഡ അമൈഡ്. അപ്പൊ നമുക്ക് ബൈ പ്രോഡക്റ്റ് ഒന്നും ഓർക്കണ്ട. CH ട്രിപ്പിൾ ബോണ്ട് CH.
CH triple bond CH, ethyne. CH triple bond CH, ethyne. ചാപ്റ്ററിന്റെ എല്ലാ ഏരിയാസും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിന്റെ എല്ലാത്തിനെയും കണക്റ്റഡ് ക്വസ്റ്റൻസ് കഴിഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഇതിൽ ഏറ്റവും ടഫായിട്ടുള്ള ഏരിയ എന്ന് പറയുന്ന ഇത് കൺവേർഷൻ ആണെന്ന് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു. അതിന്റെ ഒരു ടൈപ്പ് കണ്ടു. എന്തും ചോദിക്കാം, ഇതിൽ നിന്ന് ഉള്ള ഏത് റിയാക്ഷൻ വേണമെങ്കിലും ഇന്റർ കണക്ട് ചെയ്തിട്ട് ചോദിക്കാം കൺവേർഷനിൽ. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ റെഫർ ചെയ്ത് ഇപ്പൊ തന്നെ പഠിക്കണം, കാണാതെ എഴുതേണ്ടി വരും. മാത്രമേ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. എത്തനോയിക് ആസിഡ് കൺവേർട്ട് ടു, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു മോഡലായിട്ട് നമ്മൾ എടുത്ത് പഠിക്കുന്ന രീതിയിലാണ്. അത് രണ്ടെണ്ണമാണ് ഇന്ന് വരപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, എത്തനോയിക് ആസിഡ് കൺവേർട്ട് ടു ബെൻസീൻ. പ്രോബ്ലം 9.14 ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം 9.14. ഒരു ഫുൾ പേജ് വേണം നമുക്ക് എഴുതാനായിട്ട് കേട്ടോ. ഒരു ഫുൾ പേജിലാണ് നമ്മളത് കറക്റ്റ് ആയിട്ട് ഭംഗിയിൽ എഴുതുന്നത് കേട്ടോ. ഓക്കെ, എത്തനോയിക് ആസിഡ് എന്താ? CH3COOH. ഇവിടെ നിന്ന് ബെൻസീൻ വരണം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇന്ന് വരെ പഠിച്ചേക്കുന്ന എല്ലാ റിയാക്ഷനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പോലും അതിനെ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചെറിയപ്പത്തിലേ കണ്ടിട്ടുണ്ടോ. കുറെ ബ്ലോക്സ് വരും, എന്നിട്ട് പറയും ആ ബ്ലോക്സ് കൊണ്ട് കാർ ഉണ്ടാക്കണം അല്ലേ. ചില കുട്ടികൾ ചെയ്ത് പഠിച്ചവൻ വേഗം കാർ ഉണ്ടാക്കും, ചില ഹെലികോപ്റ്റർ ഉണ്ടാക്കണം കേട്ടോ. ഓർത്ത് നോക്കുക. അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് എളുപ്പമാണ് അല്ലേ. ഓരോന്നിങ്ങനെ വെച്ചൊക്കെ നോക്കി അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം. അതുപോലെ വെച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ ഓരോ റിയാക്ഷനും അതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കി നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അല്ലേ. കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് വഴി. അല്ലാതെ വേറെ ഓൾട്ടർനേഷൻ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ ചലഞ്ചിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ ഒക്കെ കിട്ടണമെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടാം. ഇതിന് എനിക്ക് മീഥേൻ ആക്കണം. എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇതിനെ മീഥേൻ ആക്കണം. CO2 റിമൂവ് ചെയ്യണം. റിമൂവൽ ഓഫ് CO2 എന്താ വിളിക്കുന്നത്? ഡീകാർബോക്സിലേഷൻ കേട്ടോ. അപ്പൊ എന്തായിരിക്കും? NaOH CaO, കാൽസ്യം ഓക്സൈഡ്. നെക്സ്റ്റ് ഇതിനെനിക്ക് CH3Cl ആക്കണം. ഏതാണ് റിയാക്ഷൻ? പറയ്. Cl ആക്കാൻ ഇതിന്റെ മെക്കാനിസം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ ഒക്കെ ചെയ്തത്. എന്റെ ഹെഡിങ് എന്താണെന്ന് ചോദിച്ചേ. ക്രാഫ്റ്റ് ഒക്കെ ബെൻസീൻ വന്നാലേ വരൂ. ഉണ്ടോ? അവിടെ കിട്ടി ഹാലജനേഷൻ ഉണ്ടോ? ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. Cl2 and UV ലൈറ്റ്. Cl2 and UV ലൈറ്റ്. അപ്പൊ എന്ത് വരും? CH3Cl. Then CH3Cl തന്നെ എനിക്ക് CH3 സിംഗിൾ ബോണ്ട് CH3 ആക്കണം. നേരത്തെ നിങ്ങൾ പറഞ്ഞതാണ്. ഒരു ഇത് കണ്ടോ, ഒരു കാർബൺ ഡബിൾ ആയാൽ എന്ത് ടൈപ്പ് ആണെന്നാണ് പഠിപ്പിച്ചേക്കുന്നത്? ആൽക്കൈൽ ഹാലൈഡ് ട്രീറ്റഡ് വിത്ത് റൂട്ട്സ് റിയാക്ഷൻ. Na and ഡ്രൈ ചെയ്ത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വീണ്ടും CH3 CH2 Cl ആക്കണം. എന്തായിരിക്കും? നേരത്തെ ചെയ്ത പോലെ നോക്ക്. ഒരു H പോയിട്ട് Cl വരാൻ എന്താ ചെയ്തേ? ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞില്ല. ഇതിൽ തന്നെ ഉണ്ടത് ഹാലജനേഷൻ. Cl2 and UV ലൈറ്റ്. കണ്ടോ, ഒരു H പോയിട്ട് Cl വന്നില്ലേ? ഇവിടെ അങ്ങനെയല്ലേ, ഒരു H പോയിട്ട് Cl വന്നു. അപ്പൊ എന്താ? Cl2 and UV. Cl2 and UV light. The next CH2 double bond CH2 ആക്കണം. എന്തായിരിക്കും? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്താൽ അതിന് മുമ്പത്തെ കുറെ ക്ലാസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. ബീറ്റ എലിമിനേഷൻ ആണ്. അതിലുള്ള റിയേജന്റ് ഏതാണെന്ന് പറയാം. ബീറ്റ എലിമിനേഷൻ റിയേജന്റ് ഏതാണ്?
ശരിയാ, പറഞ്ഞു, ഹരി പറഞ്ഞ കറക്റ്റാ. എന്തോ ഇങ്ങനെ പറയാൻ പോയത്. ശരി, ആ ആൽക്കഹോളിക് KOH കേട്ടോ, അവിടെ കിട്ടി. ആൽക്കഹോളിക് KOH കേട്ടോ, ആൽക്കഹോളിക് KOH കേട്ടോ. ഫുള്ളായിട്ട് തന്നെ എഴുതാൻ നോക്കുക. ആൽക്കഹോളിക് KOH കേട്ടോ. ബീറ്റ എലിമിനേഷൻ. ഇത് എവിടെ പഠിച്ചത് നമ്മള്? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീനിലാണ് ഹെഡിങ് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ, എല്ലാം കണക്റ്റഡ് ആവും. നെക്സ്റ്റ്, ഇതിപ്പോ ഇന്ന് എഴുതിയതാ, ഇത് കിട്ടുമോ നോക്കട്ടെ. ഇത് കിട്ടിയില്ലെങ്കിൽ മോശമാണ്. ഇന്ന് എഴുതിയതാ, എന്താ ആഡ് ചെയ്യണം? BR2 കേട്ടോ. ഓക്കെ, BR2 ആൻഡ് CCl4 ഉണ്ട്. CCl4 എന്ന് എഴുതുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അങ്ങനെ എഴുതാം അല്ലേ? ഓക്കെ, കുറച്ചും കൂടി റീജന്റ് ഉണ്ട്. നമ്മൾ നേരത്തെ എഴുതിയിട്ടില്ല കേട്ടോ. അത് എഴുതുകയാണെങ്കിൽ ആ നല്ലത് CCl4. നെക്സ്റ്റ്, ഇതും നിങ്ങൾ ഇന്ന് പഠിച്ചതാണ്. ഇതും അതിനു മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ എന്തായിരിക്കും റീജന്റ്? ഇന്ന് എടുത്താണ് YNയുടെ പ്രിപ്പറേഷൻ. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് എഴുതിയ ക്വസ്റ്റൻ എന്താ? എന്തൊക്കെ ഇടണ്ടേ? ഏറ്റവും ലാസ്റ്റ് എഴുതിയത് ഇന്ന് ആൽക്കഹോളിക് KOH ആൻഡ് NaNH2, സോഡിയം സോഡാമൈഡ് കേട്ടോ. NaNH2 സോഡാമൈഡ്. അടുത്തും പറഞ്ഞിട്ടില്ല. അടുത്ത സൈക്ലിക് പോളിമറൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയതാണ്. വനേഡിയം പെന്റോക്സൈഡ് 773. അത് എന്തായിരുന്നു? ഹെക്സൈൻ ടു ബെൻസീൻ ആണ്. ഈത്തൈൻ ടു ബെൻസീൻ എന്താണ് ആദ്യത്തത്? റെഡ് ഹോട്ട് അയൺ ട്യൂബ് ആൻഡ് 873 Kelvin. റെഡ് ഹോട്ട് അയൺ ട്യൂബ് കേട്ടോ. അയൺ ട്യൂബ് ഫുൾ ആയിട്ട് എഴുതാൻ നോക്കുക. അയൺ ട്യൂബ് ആൻഡ് 873 Kelvin. അങ്ങനെ ചെയ്യുമ്പോൾ അത് ബെൻസീനായി മാറും. ഇത്തരം വരെ എഴുതണം കേട്ടോ. എക്സാം ഉണ്ടോ ഹൈഡ്രോ കാർബൺ? ആദ്യം ആൽക്കൈൻ എടുത്തു, അത് കഴിഞ്ഞ് ആൽക്കീൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹക്കൽ റൂളൊക്കെ പറഞ്ഞു. ഈ ബെൻസീൻ്റെ ഒക്കെ ഒരു ഇവര് അല്ലേ സ്കൂളിൽ മറ്റേ ചാപ്റ്ററിൽ തന്നെ അത് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ഒരു ഏരിയ കുറച്ചെടുത്തു. അപ്പോൾ പിന്നെ വിചാരിച്ചു പിന്നെ അന്ന് ആ ബെൻസീനോട് തീരട്ടെ എന്ന് എഴുതിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബെൻസീനും അതിൻ്റെ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്തു. ബെൻസീനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ഒക്കെ ചെയ്തു. പിന്നെ YNയുടെ കുറച്ച് പോർഷൻ ഉണ്ടായി, അതാണ് ഇന്ന് നമ്മളപ്പോൾ തീർത്തത് കേട്ടോ. പ്ലനാരിറ്റി, ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ, പ്രസൻസ് ഓഫ് 4 and +2. നിങ്ങൾക്ക് എടുത്താന്ന് പറഞ്ഞിട്ടാണ് അന്ന് എടുത്തത്. പിന്നെന്താ? പിന്നെ ആർക്കും അല്ല KVയിൽ ഏതൊരു സ്കൂളിന് അല്ലേ ഇത്രയൊക്കെയല്ലേ എടുത്തത്? ഹക്കിൾ റൂൾ എടുത്തത് അല്ലേ? ഹക്കിൾ റൂൾ മറന്നു അല്ലേ? താനല്ലേ ഡൗട്ട് ചോദിച്ചു? ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി എടുത്തപ്പോൾ അതും കൂടി കണക്ട് ചെയ്തത് കേട്ടോ. ഇനി ടെക്സ്റ്റ് പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഈഥീൻ ടു ബെൻസീൻ. അപ്പൊ എങ്ങനെ ചെയ്യും? ഉണ്ടോ? ഈഥീൻ ടു ബെൻസീൻ, ഈഥീൻ നിന്ന് ബെൻസീൻ വരെ. ഇനി ഇത് പഠിച്ചാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ ക്ലോറോമീഥേൻ കൺവേർട്ട് ടു ഈഥീൻ. എങ്ങനെ ചെയ്യും? ഇങ്ങനെ കറങ്ങി വന്നെ കേട്ടോ. ഓക്കെ, ഇത് മായ്ച്ചു കളഞ്ഞിട്ട് ഇവിടെ ബോർഡിൽ എഴുതണം. ഭയങ്കര എളുപ്പമല്ലേ ഇത് അല്ലേ? ഓക്കെ, അതാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് വെറുതെ ആവൂലേ? ഉണ്ടോ? റെഡിയാണെന്ന് കൈ ഉയർത്തി പോസിറ്റീവ് സൈൻ. ഇതിങ്ങനെ വെച്ചേക്കുന്നത് തന്നെ പോസിറ്റീവ് സൈൻ ആണ്. ഉണ്ടോ? ഓക്കെ, മൈൻഡ് പറയുകയാണ് ആക്ച്വലി എനിക്കിപ്പോൾ തന്നെ എഴുതണം. ഉണ്ടോ? അങ്ങനെ ഇന്റേണൽ മൈൻഡ് പറയുമ്പോഴാണ് നമുക്ക് അങ്ങനെയൊക്കെ
പോസിറ്റീവ് ജസ്റ്റേഴ്സ് ഒക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. വിടൂല കേട്ടോ, ഇത് എഴുതാതെ ബോർഡിൽ എഴുതണം കേട്ടോ. ഓക്കെ, വേഗം പഠിച്ചോളൂ. എങ്ങനെ പഠിക്കണം? ദേ ഇവിടെ നിന്ന് തൊട്ട് ഉണ്ടോ എങ്ങനെ പഠിക്കണം? ദേ ഇവിടം വരെ പഠിക്കാം ഫസ്റ്റ് കേട്ടോ. ഓക്കെ, ഓർഡറിൽ. ദെൻ അടുത്തത് എന്താ? ദേ ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ പഠിക്കുക, പിന്നെ ഇവിടെ നിന്നുള്ളതും പഠിക്കുക കേട്ടോ. അങ്ങനെ 3 ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ നോക്കുക, ഒറ്റയടിക്ക് ഫുള്ള് കൊണ്ടുവരാതിരിക്കുക അല്ലേ. ഫസ്റ്റ് എന്താ ചെയ്തേ അല്ലേ? എത്തനോയിക് ആസിഡ്, അതിലേക്ക് നമ്മൾ ഇട്ടത് NaOH and CaO അല്ലേ. മീതെയിനിലേക്ക് ഹാലജനേഷൻ ചെയ്തപ്പോ ക്ലോറോ മീതെയിൻ. ഇനി ക്ലോറോ മീതെയിനില്ല, നമ്മൾ എന്ത് ചെയ്തു? റൂട്ട്സ് ചെയ്തപ്പോൾ അത് ഡബിൾ ആയി കണ്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണേ? എനിക്കറിയാം ഇത് ആണ് വന്നേക്കുന്നത്. ദേ ഇതാണ് നമുക്ക് ആക്കേണ്ടത് ഉണ്ടോക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ കയറി 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 ഒന്ന് ക്ലിയർ ചെയ്ത് ഇവിടെ വരെ എത്തണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ +2 ആകുമ്പോൾ ഇതിന് വേറെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. എക്സൈനിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം, ബെൻസീനിലേക്ക് കൊണ്ടുവരാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ഈ ഒരു വഴിയുള്ളൂ ക്ലിയർ ആയിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ ആണോ? യെസ്, ദാറ്റ്സ് ഓക്കെ. ഇതിലിപ്പോൾ എല്ലാവർക്കും തന്നെ തീർത്തൊഴിച്ച് ബാക്കി എല്ലാവർക്കും എക്സാം ഉള്ളതല്ലേ 16th? ഏതൊക്കെ ചാപ്റ്റേഴ്സാ എന്ന് പറഞ്ഞേ? നമുക്ക് ആ ചാപ്റ്റേഴ്സ് ഒന്നും കൂടി നോക്കാം. ഒരു മിനിറ്റ്. തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, റെഡോക്സ്, ഹാഫ്, ഓർഗാനിക് കെമിസ്ട്രി ഹാഫ് അല്ലേ. അപ്പോൾ ഇതാണ്, ഇത് ഹാഫ് ഉള്ളോ? അതില്ല. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്തിരി കൊള്ളുള്ളൂ, ഓൾമോസ്റ്റ് ഉണ്ടാവും ചാപ്റ്റർ. ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, അത് ഇപ്പോൾ അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ തെർമോഡൈനാമിക്സ് ഫുൾ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. ഇക്വിലിബ്രിയം, റെഡോക്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു കാര്യം ചെയ്യാം, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം ഈ 2 ചാപ്റ്ററിലെയും മുഴുവൻ ഇക്വേഷൻ എഴുതിയിട്ടേ വിടുള്ളൂ കേട്ടോ. ഓക്കെ, അതർ ദാൻ KV ആയിട്ടുള്ള എല്ലാവർക്കും പോവാം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, തീർത്തിന് വിടാം കേട്ടോ. ഓക്കെ, തീർത്ത് വെച്ചിട്ട് ബാക്കി എല്ലാവരും ഇവിടെ നിൽക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കി പോവാം കേട്ടോ. ഓക്കെ, കാരണം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വേണം. തീർത്തേക്ക് എന്നാ എക്സാം തന്നെ? ഫെബ്രുവരി എന്നാ ഡേറ്റ് പറഞ്ഞോ? 13th അല്ലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതർ ദാൻ KV ബാക്കി എല്ലാവർക്കും മോഡൽ എക്സാം ഉണ്ടാവും. മോഡൽ എക്സാം ഒന്ന് ആദ്യം പ്രാക്ടീസ് ചെയ്യാം, പഠിച്ചത്രയും വരെ ഒന്ന് ഫേസ് ചെയ്ത് നമുക്ക് തുടങ്ങണം. അപ്പോൾ KVക്ക് വിഷമമാവുമെന്ന് എനിക്കറിയാം. KVക്ക് ഇനി വരുന്ന എല്ലാ ക്ലാസ്സുകളിലും കേട്ടോ, എല്ലാ സബ്ജക്റ്റിനും ചാപ്റ്റർ വൈസ് എക്സാം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാം. കാരണം അതൊരു റിവിഷനായിട്ട് പഠിക്കുന്നതിൻ്റെ പാട്ടാണ് ആക്ച്വലി കേട്ടോ. നമുക്കൊരു സ്ട്രാറ്റജി ഒക്കെ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് പഠിച്ച് പോകണം. ദെൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ടോട്ടാലിറ്റി ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ല, എല്ലാ ഇക്വേഷനുമാണ് പഠിക്കേണ്ടത്. തെർമോഡൈനാമിക്സിൽ ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? പെട്ടെന്ന് വേഗം നോക്കി പോകാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മതി. ഫസ്റ്റ് ഇക്വേഷൻ ΔU = Q + W. അതിൻ്റെ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതാദ്യം പഠിക്കുക. സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? W = -P ΔV. Then W reverse is equal to -2.303 RT log എന്തായിരുന്നു? RT log VF divided by final divided by VI അല്ലേ. ഓർത്ത് നോക്കാം. അപ്പം ഇത് ജസ്റ്റ് അങ്ങനെ വന്നില്ല, ഇത് ആണ് നന്നായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ദെൻ തേർഡ് ΔH = ΔU + P ΔV. ഇവിടെ ഓർത്ത് നോക്കാം. ΔH = ΔU + P ΔV. ഇവിടെ ഓർത്ത് നോക്കാം. ദെൻ ഇതിൻ്റെ തന്നെ ഫോർത്ത് ഇക്വേഷൻ ΔH =
എന്തായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. നെക്സ്റ്റ് ഫിഫ്ത്ത് ഇക്വേഷൻ എന്തായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം എഴുതിയാൽ മതി. അത് ഡെറിവേഷൻ ആണ്. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. വേണമെങ്കിൽ എഴുതിക്കും. ഡെറിവേഷൻ ആയിട്ട് വരുള്ളത്, അല്ലാതെ വേറെ വരാൻ ചാൻസ് ഇല്ല. സിക്സ്ത് ഡെൽറ്റ എസും കൂടി പറഞ്ഞു. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി. ദെൻ സെവൻത് ഇക്വേഷൻ എന്തായിരിക്കും? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ദെൻ ഈ ഇക്വേഷൻ നമുക്കൊന്നുകൂടി മാറ്റി കളഞ്ഞേക്കാം, അധികം മഞ്ഞില്ല. ഇത്ര ഇക്വേഷൻ ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ക്യൂ ഈക്വൽ ടു എന്തായിരുന്നു? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതിൻ്റെ ഇടയിൽ അത് വരാം കേട്ടോ. തുക എന്തായിരുന്നു? സി ഡെൽറ്റ ടി. സി ഡെൽറ്റ ടി അല്ലേ, ഹീറ്റ് കപ്പാസിറ്റി, അല്ലെങ്കിൽ സ്മോൾ സി ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ ടി കേട്ടോ. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റി കേട്ടോ. ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ അത് ഒഴിച്ച് ബാക്കി വന്നു കഴിയുമ്പോൾ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ക്യാൻസൽ ചെയ്യുന്ന മെത്തേഡ് ഓർമ്മയുണ്ടോ? ഇക്വേഷൻ 1, ഇക്വേഷൻ 2 അല്ലേ, ഇക്വേഷൻ 3 അങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അല്ലേ, ഇക്വേഷൻ. അതാണ് പിന്നെ അടുത്ത ടൈപ്പായിട്ട് വരുന്ന ഒരു ടൈപ്പ്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ലോസുകൾ എല്ലാം അറിഞ്ഞു നോക്കണം. ഏതൊക്കെ ലോയാ വരുന്നത് ഇതിൽ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആ 3 ലോസ് അറിഞ്ഞു വെക്കണം. ഹെസ്സസ് ലോ അറിയണം. ഹെസ്സസ് ലോ എന്തായിരുന്നു? അറിയില്ലേ? കിട്ടി കണ്ടോ? ഓർത്ത് നോക്കാം. ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ several step. The total enthalpy change is the sum of intermediate. എന്തായിരുന്നു? ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഈസ് ദി സം ഓഫ് ഇന്റർമീഡിയറ്റ്. ഡെൽറ്റ ആർ എച്ച് ഈക്വൽ ടു എങ്ങനെ എഴുതിയ? ഡെൽറ്റ ആർ എച്ച് 1 പ്ലസ് ഡെൽറ്റ ആർ എച്ച് 2 പ്ലസ് ഡെൽറ്റ ആർ എച്ച് 3. ഹരി പഠിച്ചു കണ്ടോ? കിട്ടി അല്ലേ? അപ്പൊ ഓർത്ത് നോക്കുക. ഡെൽറ്റ ആർ എച്ച് മറന്നുപോയോ? ഇങ്ങനെയൊക്കെ എഴുതിയത് എ ബി ദെൻ അല്ലേ. ഇതെന്താ? ഡെൽറ്റ ആർ എച്ച്. ഇതെന്തായിരുന്നു? ഇതെന്താ? ഡെൽറ്റ എച്ച് 1, ഡെൽറ്റ എച്ച് 2, ഡെൽറ്റ എച്ച് 3. അപ്പൊ എന്താ? ഡെൽറ്റ ആർ എച്ച് ഈക്വൽ ടു പറഞ്ഞേ, total enthalpy change is the sum of enthalpies of intermediate. ഓക്കെ. അപ്പോൾ അധികം വൈപ്പിക്കുന്നില്ല, ഇക്വേഷൻ വേഗം പഠിക്കും. അത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിന്റെ ഇക്വേഷൻ ഏതൊക്കെയാ? ഇക്വിലിബ്രിയത്തിന്റെ ആദ്യത്തെ ഇക്വേഷൻ കെ സി ഈക്വൽ ടു പറയ് സി റൈസ് ടു സി ഡി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി. ദെൻ കെ സി ആൻഡ് കെ പി റിലേഷൻഷിപ്പ് എന്തായിരുന്നു? കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. അതിന്റെ ഡെറിവേഷൻ അല്ലേ, ഡെറിവേഷൻ. കെ പി ഈക്വൽ ടു എന്താ എഴുതിയേ? പി സി റൈസ് ടു സി പി ഡി റൈസ് ടു ഡി ഓൾ ഡിവൈഡഡ് ബൈ പി എ റൈസ് ടു എ ആൻഡ് പി ബി റൈസ് ടു ബി. വീട്ടിൽപോട്ട് ആ ഇക്വേഷൻസുകൾ അപ്പൊ വേഗം ചെല്ലുക. 3 ചാപ്റ്റർ ഒരുമിച്ച് വേഗം തന്നെ എല്ലാ ഇക്വേഷനും കേട്ടോ അല്ലറി പഠിക്കുക കേട്ടോ. അത് വീട്ടിൽ ചെന്നിട്ട് കേട്ടോ സാധാരണ രീതിയിലല്ലോ ഒച്ചമ്പോളൊക്കെ ഉണ്ടാക്കി വേഗം അങ്ങ് പഠിച്ച് വേഗം എഴുതി അങ്ങ് ഇക്വേഷൻസ് ക്ലോസ് ചെയ്യുക. ദെൻ നേരെ ക്വസ്റ്റനിലേക്ക് എൻ്റർ ചെയ്യുക. അറിയാത്ത ആദ്യത്തെ ക്വസ്റ്റൻ വരുന്നത് വേഗം വിട്ട് കളയാം, അടുത്ത് നോക്കുന്നു കേട്ടോ. ഓക്കെ, അല്ലാതെ കേട്ടോ അത് തന്നെ അടിക്കുന്നു അങ്ങനെയല്ല കേട്ടോ. ടെസ്റ്റ് കളിക്കുന്ന പോലെയാ ക്രിക്കറ്റ് കേട്ടോ. ഓർത്ത് എന്ത് ചെയ്യണം അല്ലേ? ഭയങ്കര സ്ട്രോങ് ബോൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? റെസ്പെക്ട് കൂടി മാറി നിൽക്കും, അടുത്ത് അടിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ പഠിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആവണം. ഏത് എക്സാം വരുമ്പോഴും നമ്മൾ ആദ്യം കുറേ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടന്റ് ഏകദേശം എല്ലാ കണ്ടന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫേസ് ചെയ്യുന്നു, സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു കേട്ടോ. ഓർത്ത് നോക്കുക. എന്നിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കുറേ പഠിക്കാൻ വന്നിട്ട് നമ്മൾ നോക്കിയിട്ട് എന്തെങ്കിലും കാര്യമില്ല കേട്ടോ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് വേഗം കാണാതെ പറയാൻ പോവുക. അതാണ് ഇന്നത്തെ മെയിൻ ഡ്യൂട്ടി കേട്ടോ. ഓക്കെ, ഇത് പറയാതെ വിട്ടില്ല, ഇപ്പം മാറ്റുകളോ കേട്ടോ. ഓക്കെ, തീർത്ഥാണ് ഫസ്റ്റ് പറഞ്ഞിട്ടൊക്കെ പൊക്കോ കേട്ടോ. പൊക്കോ കേട്ടോ. ഓക്കെ, ഇത് പറഞ്ഞാൽ വിടും കേട്ടോ. വീഡിയോ ഓഫ് ചെയ്തേക്കാം.